ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025. ഇന്ന് നമ്മളുള്ളത് ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും വികസന സംബന്ധമായുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ജനകീയ ചർച്ചകൾ ഉൾപ്പെടെയാണ് ഇവിടെ നടക്കുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025. ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ദീപ ജോസ്. സ്വാഗതം. പ്രതിപക്ഷ നേതാവിനെ സ്വാഗതം ചെയ്യുകയാണ് ഹരിക്കുട്ടൻ. ഏറ്റവും സ്നേഹത്തോടുകൂടെ ഡൈസിലേക്ക് സ്വാഗതം. BJPയുടെ നേതൃത്വം ശിവൻ PVയെ സ്വാഗതം ചെയ്യുന്നു. UDF പ്രതിനിധി ആനന്ദ് പഞ്ഞിക്കാരൻ സ്വാഗതം. LDF പ്രതിനിധി ശിവകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ ദൃശ്യ പോരാട്ടം 2025 ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി നമ്മൾ പ്രസിഡന്റിലേക്ക് എത്തുകയാണ്. ഈ ഒരു 5 വർഷക്കാലത്തെ ഭരണം UDFന് എന്തുമാത്രം നേട്ടങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കാനായി സാധിച്ചു? പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എത്ര ശതമാനത്തോളം ഇവിടെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു? ക്രിയാത്മകമായിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, വികസനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? ഇവിടെ എത്തിയിരിക്കുന്ന ആർപ്പൂക്കരുടെ പ്രിയപ്പെട്ടവരെ, വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ 5 വർഷക്കാലം ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ ഞാനിവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. നിയമപ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ ഒരു 10-30 വർഷമായി കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സ്ഥലം ആർപ്പൂക്കര പഞ്ചായത്ത് വിലക്ക് മേടിച്ചിട്ട് അത് പോക്കുവരവ് ചെയ്യാൻ സാധിക്കാതിരുന്നു പല പ്രശ്നങ്ങൾ കാരണം. പക്ഷേ ഈ ഭരണസമിതിയുടെ ആദ്യത്തെ കാൽവെപ്പ് ആ പഞ്ചായത്തിൻ്റെ സ്ഥലം പോക്കുവരവ് ചെയ്ത് സെക്രട്ടറിയുടെ പേരിലേക്ക് ആക്കുന്ന ഒരു നടപടിക്രമമായിരുന്നു. ശേഷം ഞങ്ങളുടെ കോട്ടയം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ആർപ്പൂക്കര പഞ്ചായത്തിൽ നിന്ന് ധാരാളം ബസ്സുകൾ വന്ന് പോകുന്നുണ്ട്. ആ ബസ് സ്റ്റാൻഡ് അത് പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുകയായിരുന്നു. അത് കൂടുതൽ താറുമാറാകാൻ പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരു അണ്ടർ പാസേജ് അവിടെ സർക്കാർ തലത്തിൽ നിർമ്മിക്കുകയുണ്ടായി. ആ സമയം അവിടെ ആ വഴി അടച്ച് ആ ബസ്സുകളും മാത്രമല്ല സകല ഭാരവണ്ടികളും എല്ലാം ഈ ബസ് സ്റ്റാൻഡിൽ കൂടെ കയറി വിട്ടപ്പോഴത്തേക്കും ഒരു തരത്തിലും ഗതാഗതം യോഗ്യമല്ലാത്ത രീതിയിൽ ബസ് സ്റ്റാൻഡ് വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലായി തീർന്നിരുന്നു. പല വാതിലുകളും ഈ ബസ് സ്റ്റാൻഡ് നവീകരിക്കാനുള്ള ഫണ്ടിനായി ഞങ്ങൾ അലഞ്ഞു, എല്ലാ തരത്തിലും ഞങ്ങൾ അലഞ്ഞു. പക്ഷേ ഞങ്ങൾക്കൊന്നും ലഭ്യമായില്ല. അവസാനം പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് ഈ അടുത്ത നാളുകളിൽ ആ ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതും ഈ ഭരണസമിതിയുടെ നേട്ടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കഴിഞ്ഞ കുറേ വർഷക്കാലമായി ആ ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കി വരുമായിരുന്നു. ആ സമയത്താണ് ഇത് പഞ്ചായത്തിൻ്റെ പേരിലല്ല ആ സ്ഥലം ഉടമസ്ഥയിലുള്ള അല്ലാത്തപ്പോൾ നമുക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണത്തിനായി 2 കോടിയോളം രൂപ വകയിരുത്തി അതിൻ്റെ പദ്ധതി പാസ്സായി അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ കുറേ കയ്യേറ്റങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി അവിടെ ഒരു റോഡ് നിർമ്മിക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചു. അതേപോലെ തന്നെ പൊതുജനങ്ങൾ മെഡിക്കൽ കോളേജിന് അവിടെ പൊതുജനങ്ങൾക്കായി അവിടെ ഒരു ചേക്ക് ബ്രേക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് കുറേ നിരീക്ഷണ ക്യാമറകൾ. കാരണം നിങ്ങൾക്കറിയാം 5 ജില്ലകളിലെ ജനങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്നത്. അതുതന്നെ പലതരത്തിലുള്ള ആൾക്കാരാണ്. അവിടെ പല ആക്രമണങ്ങളും കാര്യങ്ങളും നടക്കുമ്പോൾ ഇവരൊക്കെ നിരീക്ഷിക്കാനായി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിരീക്ഷണ ക്യാമറകൾ അവിടെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് എത്തിപ്പെട്ടാൻ പറ്റാത്ത നമുക്കൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമില്ല. അതിനായി നമുക്ക് നമ്മുടെ ഏറ്റുമാനൂരിൻ്റെ മിനിസ്റ്റർ ഒരു PHC നമുക്ക് അനുമതി തന്നിരുന്നു, നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്തോ ഇതുവരെ അതിൻ്റെ ഒരു ഗവൺമെൻറ് ഓർഡർ നമുക്ക് കിട്ടിയിട്ടില്ല. പല പ്രാവശ്യവും ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾ തിരുവനന്തപുരത്ത് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വകുപ്പിലും എല്ലാം കയറിയിറങ്ങി. പക്ഷേ ആർപ്പൂക്കരയ്ക്കൊരു PHC നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല. ഇതുവരെ ഒരു ഗവൺമെൻറ് ഓർഡർ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ സബ് സെൻറ്ററുകൾ നമുക്ക് 4 സബ് സെൻറ്ററുകളുണ്ട്. അത് 2 വാടകയ്ക്ക് ആയിരുന്നു. ഒരു സബ് സെൻറ്ററിൻ്റെ കെട്ടിടം വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. ആ സബ് സെൻറ്റർ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം.
കരിപ്പുത്തിട്ടിൻ്റെ കെട്ടിടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റു 2 സബ് സെൻ്ററുകൾ നിർമ്മിക്കാനുള്ള സ്ഥലം നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അംഗൻവാടികളും 2 പുതിയ അംഗൻവാടികൾ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു 3-4 അംഗൻവാടികൾക്ക് വേണ്ടിയുള്ള സ്ഥലം നമ്മൾ ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭവന പദ്ധതികൾ എത്രത്തോളം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഭവന പദ്ധതികൾ വീടില്ലാത്തവർക്ക് വീട് 200ഓളം വീടുകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 192 വീടുകൾ നമ്മൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ബാക്കി ഒരു 26 എണ്ണത്തിൻ്റെ വർക്കുകൾ പുരോഗമിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ബാക്കി എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ച്, അതായത് ഇവർക്ക് ഈ ലൈഫ് ഭവന പദ്ധതിയിൽ ഇവർക്ക് വാസം നിർമ്മിക്കാൻ പറ്റുമെന്നുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് എഗ്രിമെൻ്റ് വെപ്പിച്ച് ആ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് എനിക്കൊന്നും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ളവ ഇവിടെ സ്ഥിതി ചെയ്യുന്നതിനാൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്? 16 വാർഡുകളാണ് നിലവിൽ ഈ ഫനസ്മെൻ്റ് കലമുള്ള 16 വാർഡുകളാണുള്ളത്. ഈ 16 വാർഡുകളിൽ മിനി MCFകൾ നിർമ്മിച്ചു. അതേപോലെ തന്നെ വേറെ 2 MCFകൾ നമ്മുടെ പഞ്ചായത്തിന് സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ പോരായ്മ നികത്താൻ വേണ്ടി 25 ലക്ഷം രൂപ വകീര്യത്തിൽ വലിയൊരു MCFൻ്റെ നിർമ്മാണം കൂടെയാണ് നടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിലാണ് ഈ പഞ്ചായത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ തിരിച്ചു വരാം. LDF പ്രതിനിധിയിലേക്ക് എത്തുകയാണ്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നതിനാൽ വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യതകളും ഏറെയാണ്. കഴിഞ്ഞ 5 വർഷത്തെ UDFൻ്റെ ഭരണത്തിൽ താങ്കൾ അല്ലെങ്കിൽ പാർട്ടി എത്രത്തോളം തൃപ്തനാണ്? കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ യാതൊരു വികസന പ്രവർത്തനവും ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് നടന്നിട്ടില്ല. അത് എടുത്തു പറയത്തക്ക ഒരു വികസനവും നമ്മുടെ ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ല. കാരണം ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ആധാരം ചെയ്തു കിട്ടി. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം അവരിപ്പോഴും നമ്മുടെ ആർപ്പൂക്കര പഞ്ചായത്തിലേക്ക് കയ്യേറി അവർ റോഡുണ്ടാക്കി വെച്ചിരിക്കുക. പക്ഷെ അതൊന്നും നമ്മുടെ അതിര് തിരിച്ച് നമ്മുടേതായി നമുക്ക് ഇത് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അതിര് തിരിച്ച് നമ്മുടെ പ്രോപ്പർട്ടിയായി നമ്മുടെ സ്ഥലമായി തിരിച്ചെടുത്ത് ഇത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കാൻ പോലും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സത്യം നിലനിൽക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുമ്പോൾ മറ്റൊരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. ഇപ്പം ഈ നമ്മുടെ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാക്കി സൂചിപ്പിക്കുമ്പോൾ ഇവിടെ 2005 വന്നിട്ടുള്ള ഇടതുപക്ഷ ഭരണസമിതി, ആ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് പനമ്പാലം സ്കൂളാണെങ്കിലും തൊണ്ണങ്കോഴി സ്കൂളാണെങ്കിലും കരുപ്പത്തോട്ട് സ്കൂളെല്ലാം കെട്ടിടം പണിതതും ആ കാലഘട്ടത്തിലാണ്. മഞ്ചാടിക്കരിയിലും അതുപോലെ തോപ്പിപ്പറമ്പിലും അംഗൻവാടികൾ പണിതതും ആ കെട്ടിടത്തിലാണ്, ആ കാലഘട്ടത്തിലാണ്. മെഡിക്കൽ കോളേജ് സ്കൂൾ ഗ്രൗണ്ട് ഉണ്ടാക്കിയത് ആ LDFൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ പനത്തറ കുളം അതെല്ലാം നികത്തിയെടുത്ത ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതത് അവിടെ ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ്. ആയുർവേദ ആശുപത്രി ഇവിടെ കൊണ്ടുവന്ന ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ്. ഹോമിയോ ആശുപത്രി കൊണ്ടുവന്ന ഇടതുപക്ഷ കാലത്താണ്. മെഡിക്കൽ കോളേജ് ഹൈസ്കൂളാണെങ്കിലും അതിൻ്റെ ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുത്ത് കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി സ്പോർട്സ് സ്കൂളാക്കി മാറ്റുന്നതും ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ്. അതിന് ആ കാലഘട്ടത്തിൽ SC/ST വിഭാഗത്തിന് മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നടത്തി ഭവനരഹിതരായിട്ടുള്ള ഒരാൾ പോലും ഉണ്ടാവരുമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർപ്പണം, ചൂരക്ക, കുടിവെള്ള പദ്ധതികളെല്ലാം നമ്മുടെ ആർപ്പൂക്കരയുടെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കാര്യക്ഷമമാക്കി നടപ്പിലാക്കിയതും ആ കാലഘട്ടത്തിലാണെന്ന് നമുക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഈ വികസനവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ പഞ്ചായത്ത് നടന്നിട്ടുള്ള ഗ്രാമീണ റോഡാണെങ്കിലും മറ്റു റോഡുകളാണെങ്കിലും എല്ലാം തന്നെ ഈ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ് ഒരു 50 ലക്ഷം രൂപ മുടക്കി അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പഞ്ചായത്ത് കമ്മിറ്റി തന്നെ ഞങ്ങൾ പറഞ്ഞു, അതായത് അത് വാർഡിലേക്ക് ഉപയോഗിക്കേണ്ട ഫണ്ടാണ്. ആ തനത് ഫണ്ടെടുത്ത് മെഡിക്കൽ ഉപയോഗിച്ചാൽ നമ്മുടെ വാർഡിലേക്ക് നമുക്ക് ഫണ്ട് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അതുമായി ബന്ധപ്പെട്ട് അവർ എത്ര രൂപ വേണമെങ്കിലും നമ്മുടെ ഈ പഞ്ചായത്തിലേക്ക് ലോണായി തരും. ഇപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സ്, നമ്മുടെ മെഡിക്കൽ കോളേജ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അവിടെ പോലീസിൻ്റെ വിജിലൻസ് പോലും രേഖ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് ഇടിഞ്ഞു വീഴും, അവിടെ അത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണം. അത് പൊളിച്ചു മാറ്റി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് പണിയുന്നതിനുള്ള പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് അവിടെ 2 ഏക്കർ സ്ഥലം അന്ന് ഏറ്റെടുത്തത് 1979 ശ്രീ തമ്പി പൊടിപാറ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ആ 2 ഏക്കർ സ്ഥലം മേടിച്ച് അവിടെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ തന്നെ. അപ്പോൾ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുമ്പോൾ പിന്നീട് അതിന് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിയിട്ടാണ് ആ ഭരണസമിതി പോകുന്നത്. പിന്നെ ഇവിടുത്തെ UDF ആണ്, പിന്നെ അത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിനുശേഷം യാതൊരു പ്രവർത്തനവും
അതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വളരെ കാര്യമാണ്. അപ്പോൾ അതുപോലെ ഒറ്റ കാര്യം പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ ഈ പഞ്ചായത്തിലെ വികസനമെന്ന് പറയുന്നത് VN വാസവൻ മന്ത്രി ഇവിടെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നമുക്ക് കൃത്യമായി ഈ വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഏതാണ്ട് നമുക്കിവിടെ 64 ലക്ഷം രൂപ ഈ നമ്മുടെ പഞ്ചായത്തിലേക്ക് മാത്രം VN വാസവൻ MLA ഫണ്ട് ഉപയോഗിച്ച് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഒരടിപ്പാത പണിയുന്നതുമായി ബന്ധപ്പെട്ട് 1.5 കോടി രൂപ മുടക്കി MLA ഫണ്ട് ഉപയോഗിച്ച് നടത്താൻ തീരുമാനിച്ചു. എന്നാൽ 7,000 ആളുകൾ ഒരു ദിവസം വന്നു പോകുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5 ജില്ലകളിൽ നിന്നും അത് വന്നു പോകുന്നതിന് വേണ്ടി അവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സ്വാഭാവികം എന്നും അപകടമുണ്ടാകുന്നു. അതിൻ്റെ അടിപ്പാത ഉണ്ടാവണം. ആ അടിപ്പാതയ്ക്ക് മുൻകൈയെടുത്ത് MLA ആയിട്ടുള്ള ശ്രീ VN വാസവൻ മുൻകൈയെടുത്ത് അടിപ്പാത പണിയുന്നതിന് വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതിനെ എതിർത്തു. കാരണം പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് നിന്ന് വേണം അത് ആരംഭിക്കുന്നതിന് വേണ്ടി. അങ്ങനെ എതിർത്തു. അതിന് വിവിധ സന്ദർഭങ്ങളിൽ ചർച്ച നടത്തി. ഏതാണ്ട് 8 പ്രാവശ്യം മന്ത്രി തന്നെ നേരിട്ട് ചർച്ച നടത്തി. അവസാനമാണത് നടത്തി ആ തീരുമാനം നടപ്പിലാക്കി. ഇപ്പോൾ അതിൻ്റെ അടിപ്പാത നടപ്പിലാക്കി. മറ്റൊരു കാര്യം, നമുക്കൊരു ക്രിമിറ്റേറിയം ഇല്ല. ഈ മെഡിക്കൽ കോളേജ് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ക്രിമിറ്റേറിയം ഇല്ല. ഇവിടെ പാവപ്പെട്ട ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ ക്രിമിറ്റേറിയം ഇല്ലാത്തതിൻ്റെ ഭാഗമായി ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ കത്ത് കൊടുത്തിട്ടാണ് ഇവിടെ കോട്ടയം മുനിസിപ്പാലിറ്റിയിലും ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലും ഒക്കെ കത്ത് കൊടുത്തുവിട്ട് ആളുകളെ സംസ്കരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ക്രിമിറ്റേറിയം ഇല്ലാത്തതിൻ്റെ ഭാഗമായി ഇവിടെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇപ്പോൾ ഈ മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഇവിടെ മെഡിക്കൽ കോളേജിൽ 2 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് ഏതാണ്ട് 1,50,00,000 രൂപ മാറ്റിവെച്ച് അടിയന്തരമായി നടത്താനുള്ള പ്രവർത്തനം ഈ വികസനവുമായി ബന്ധപ്പെട്ട് നടത്താൻ വീണ്ടും വരാം. 5 വർഷത്തെ UDFന്റെ ഭരണകാലഘട്ടത്തിൽ ഏറെ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് ഭരണപക്ഷം പറയുന്നു. പക്ഷേ MLA നൽകിയ പണം കൊണ്ടുള്ള വികസനം മാത്രമാണ് ഇവിടെ നടന്നതെന്ന് പ്രതിപക്ഷം പറയുന്നു. BJPയുടെ കാഴ്ചപ്പാട് എന്താണ് ഈ 5 വർഷ ഭരണകാലം? ബഹുമാനപ്പെട്ട സദസ്സ് അറിയുന്നതിന് ഇവിടെ ഇപ്പോൾ ഹരിക്കുട്ടൻ മെമ്പർ, വിനീതനായ മെമ്പർ പറഞ്ഞ് 1970 SSNായ തമ്പി പടിപാറ അന്ന് പ്ലാൻ ഫണ്ടോ ജനകീയാസൂത്രണമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ 2 ഏക്കറിനടുത്ത് ഭൂമി വാങ്ങിച്ച് വലിയൊരു വിഷനിൽ അദ്ദേഹം ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും പണി നടത്തിയത്. പക്ഷേ പിന്നീട് വന്ന LDFും UDFും ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അടിയിലേക്ക് മാന്തി സെല്ലുകൾ ഉണ്ടാക്കുന്നതിനും മുകളിലോട്ട് അതിൻ്റെ ഭിത്തികൾ മാറ്റി ബീമുകൾ മാറ്റി അതിൻ്റെ ഡിവൈസ് ഉണ്ടാക്കുന്നതിനും മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇപ്പം ഗുരുതരമായിരിക്കുന്ന ഒരു വിഷയം, ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകളിലുള്ള ഈ ഒരു ലോഡ്ജുണ്ട്. ആ ലോഡ്ജിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ നമ്മുടെ PWD ഓടയിലേക്ക് കടത്തി വിട്ടിരിക്കും. അത് നേരെ ഒഴുകി മീനച്ചിലാറ്റിലേക്ക് ചെല്ലുകയും മീനച്ചിലാറ്റിൽ നിന്ന് കുടിവെള്ളം അടിച്ചു വിടുന്നത് ഈ ജനങ്ങൾക്കെല്ലാം വിതരണം ചെയ്യുന്ന ഒരു വികസന പ്രക്രിയയാണ് നടന്നു വന്നിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഈ കഴിഞ്ഞ ഏതാണ്ടും 70 പോയിട്ട് 30 ഒരു 55 വർഷം. ആ 55 വർഷത്തിൽ ഏതാണ്ട് ഒരു 4-5 വർഷം മുമ്പാണ് ഇത് നമ്മുടെ ഭൂമിയല്ല മറ്റൊരാളുടെ ഭൂമിയാണെന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ UDFൻ്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കുറച്ച് ഓടിയെന്നാണ് തോന്നുന്നത്. ഓടിയതിപ്പം ഫൈനലായി നമ്മൾ കരം കെട്ടിയെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ മെഡിക്കൽ കോളേജ് നമ്മുടെ ഈ കേരളത്തിലെ ഏറ്റവും പഞ്ചായത്ത് ഇരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് മാറേണ്ട 10 മുറി കടകളുണ്ട്. ഈ 10 മുറി കടകൾ കുമാരനെല്ലൂർ പഞ്ചായത്തിലായിരുന്നു. അവർ ഹൈക്കോടതി കേസ് കൊടുത്തപ്പം നമുക്ക് പൂർണ്ണമായിട്ടും വാദിച്ച് അവർക്ക് നമ്മുടെ ഭൂമിയിൽ കൊടുക്കാൻ പറ്റിയില്ലെന്ന് കേസിൽ നമ്മൾ പരാജയപ്പെട്ടപ്പം ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് 10 പേരുണ്ട്. അതിൽ കരുണ ഹോട്ടലുകാരന് തീർച്ചയായിട്ടും അവന് ഇതില്ലാത്തതുകൊണ്ട് ആൾക്കാർ തമ്മിൽ തർക്കമായത് കാരണം 9 പേർക്ക് കടമുറി പണിത് കൊടുത്തു. ഹൈക്കോടതിയുടെ വിധിയാണ്. കഴിഞ്ഞ മാസമാണ് അതിൽ ഒരാളെ കണ്ടുപിടിച്ച് പഞ്ചായത്ത് താക്കോലൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ സെക്രട്ടറിയുടെ പേര് കേസെടുക്കും. അപ്പോൾ ഈ കരുണ ഹോട്ടലുകാരൻ ഇന്നും ഇരിക്കുന്നത് അതിലൊരു വഴിയുള്ളതാണ്. ഇവിടെ UDF ഭരിക്കുന്നത് ആർപ്പുകര പഞ്ചായത്ത്, അപ്പുറത്തെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതിൻ്റെ ചെയർപേഴ്സണാണ് കോൺഗ്രസ്. ഇത് കേരളം ഭരിക്കുന്നത് LDF ആണ്. മിനിറ്റ് വെച്ച് മാസങ്ങൾ കൊണ്ട് കരുണ ഹോട്ടലിന് ഒരു സ്റ്റേജും ഇല്ല. ഈ 9 മുറി കടകൾ ഇന്നും അവർ വാടകയ്ക്ക് കൊടുത്ത് വാടക മേടിച്ചുകൊണ്ടിരിക്കുക. ഒരു ഗുരുതരമായിരിക്കുന്ന ഒരു വിഷയമാണ്. അത് അതിലേക്കൂടെ ഒരു വഴി വരേണ്ടതാണ്. അപ്പം മെഡിക്കൽ കോളേജുമായിട്ടുള്ള ഒരു വലിയ പ്രശ്നമാണ്. ഇന്ന് ആർപ്പൂക്കര പഞ്ചായത്തിനെ സംബന്ധിച്ച് ഗുരുതരമായിരിക്കുന്ന ഒരു മാലിന്യ പ്രശ്നം. ഇപ്പം മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചു. ഏറ്റവും വലിയ മാലിന്യ പ്രശ്നം എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് കോനാരി തോട് വഴിയും മീനച്ചിലാറ്റിലൂടെയും ഒഴുകി വരുന്ന
വരുന്ന ബാക്ടീരിയയും ഫംഗസും നിറഞ്ഞ ജലം ഈ താഴെയുള്ള ആൾക്കാരിലെല്ലാം ജലജന്യ രോഗങ്ങളും ക്യാൻസർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളും പടർന്നു പിടിച്ചിരിക്കുക. ഇതിനെ സംബന്ധിച്ച് RCC ഇവിടെ ഗവേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് പടർന്നു പിടിച്ചിരിക്കുന്നതിന് ഇതുവരെയായിട്ടും മെഡിക്കൽ കോളേജിലെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കമ്മീഷൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അത് കുറ്റമറ്റ രീതിയിൽ ആ വെള്ളം നല്ലോണം ഒഴുക്കി വിടാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, ഈ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. പണ്ടൊക്കെ മണിയാറമ്പിയിൽ നടുക്കുന്ന വെള്ളം കോരിയെടുക്കാറുണ്ട്. ഇന്ന് കാല് കഴുകാൻ പോയിട്ട് ഒന്നും സാധിക്കില്ലാത്ത ഒരവസ്ഥ സംജാതമായിരിക്കും. ഇതെൻ്റെ ഡിസംബർ 15-ാം തീയതി ഷട്ടർ അടയ്ക്കും. അപ്പം ഒരു വെള്ളം കയറിയല്ല. അപ്പോൾ അവിടെ ഉള്ള വെള്ളവും ഇവിടെ നിന്ന് മാലിന്യം കഴുകുന്ന വെള്ളവും ഈ പുഞ്ചകൃഷി നടത്തുമ്പോഴുള്ള വളയിട്ടതും മരുന്നടിച്ച വെള്ളവും കൂടെ കൂടി ഇവിടെ ഒരു വലിയ ആരോഗ്യ പ്രശ്നം നിലനിൽക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഇവിടെ കൃഷിക്കാരുമായിട്ടും ഇവിടുത്തെ പൊതുജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോലും കഴിഞ്ഞ 5 വർഷം കൊണ്ടോ ഒന്നും ഇവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ല, അതിനൊരു പ്രോജക്റ്റ് നടന്നിട്ടില്ല, യാതൊന്നും നടന്നിട്ടില്ല. ഈ ഭരണത്തിന് BJP സംതൃപ്തരല്ല? അല്ല, തീർച്ചയായിട്ടും BJP സംതൃപ്തരല്ല. ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ ഭരണത്തിൽ ഇതിൽ കാതലായ സുസ്ഥിരമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനമല്ല, വികസനോന്മുഖ സമ്മതമല്ല. കാരണം ആർപ്പുകര പഞ്ചായത്തിനെ സംബന്ധിച്ച് 67% നെൽപ്പാടങ്ങളാണ്. കാർഷിക മേഖലയിലെ നെല്ലുൽപാദന മേഖലയാണ് വികസന സ്വപ്നങ്ങൾ. ആ വികസന സ്വപ്നങ്ങളിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ വ്യാവസായികമായിട്ട് നടപ്പിലാക്കാനായിട്ട് ജനകീയാസൂത്രണ കാലത്ത് PH റിയാൻ്റെ കാലത്ത് അന്നിവിടെ UDF ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് 1 ഏക്കറോളം സ്ഥലം 3-ാം വാർഡിൽ മെമ്പർ സേതുലക്ഷ്മിയുടെ വാർഡ് മേടിച്ചിട്ടുണ്ട്. അവിടെ 1 സെൻറ്റിനകത്ത് ഒരു വ്യാവസായിക പദ്ധതിയോ നടപ്പിലാക്കാനായിട്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞ 5 വർഷം കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ ചെറുപ്പക്കാരായിരിക്കുന്ന തൊഴിൽ രഹിതരിൽ 6000-നടുത്ത് വരുമെന്നുണ്ടെങ്കിൽ അത് 7000 8000 ആക്കി മാറ്റാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുള്ളൂ. ഓക്കെ. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26-ാം മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide.
നിങ്ങളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. UDF പ്രതിനിധിയിലേക്ക് വീണ്ടും എത്തുകയാണ്. MLAയും മന്ത്രിയുമായിട്ടുള്ള മന്ത്രി വി എൻ വാസവൻ നൽകുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള വികസനം മാത്രമാണ് ഈ ഗ്രാമപഞ്ചായത്ത് നടന്നുവെന്നാണ് LU പറയുന്നത്. മാറി മാറിയുള്ള ഭരണത്തിൽ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന് വികസനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് BJP പറയുന്നു. ഈ രണ്ട് നിലപാടുകളോടുമുള്ള കാഴ്ചപ്പാട് എന്താണ്? ഞാനിവിടുത്തെ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. 20 വർഷത്തോട് പഞ്ചായത്ത് മെമ്പറായിരുന്നിട്ടുള്ള ആളാണ്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിരുന്നു. 10 വർഷം ഇടതുപക്ഷം ഭരിച്ചു കഴിഞ്ഞിട്ടാണ് UDF അടുപ്പിച്ച് 10 വർഷം ഭരിച്ച ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റ് കസേരയിരുന്ന. അതിനുശേഷമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് UDF ഇവിടെ ഭരിക്കുന്നത്. അതിനകത്ത് രസമെന്ന് പറയുന്നത് ഈ 10 വർഷത്തിൽ 10 വർഷവും ഇടതുപക്ഷം ഭരിച്ച സമയത്ത് ഞാനിവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഇവിടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തിൻ്റെ എന്തെല്ലാം വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനകത്തെല്ലാം ഒരിക്കൽ പോലും ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ എല്ലാത്തിനെയും എതിർക്കുവാനല്ല അന്ന് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. എന്താണോ നമുക്ക് നാടിന് നല്ലത് എന്നുള്ളത് നോക്കി അതിനോട് സഹകരിച്ച് നല്ല നല്ല കാര്യങ്ങൾ നടപ്പാക്കുവാനാണ്. അദ്ദേഹം പറഞ്ഞ പല പദ്ധതികളും തൊണ്ണക്കുഴി അവിടെ നമുക്കൊരു പണത്തിറക്കുളം എന്നൊരു കുളമുണ്ടായിരുന്നു. അത് നികത്താനുള്ള ഐഡിയ പറഞ്ഞത് ഞാനാണ്. അത് നടപ്പാക്കുന്ന കാര്യത്തിൽ വളരെയധികം വീഴ്ചകളുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും അത് നടപ്പാക്കാൻ സാധിച്ചപ്പോൾ അതിനകത്തും ഒരിക്കൽ പോലും അതിനെ എതിർക്കുക എന്നുള്ളതായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം. അത് അനുകൂലിച്ച് നടപ്പാക്കി. സന്തോഷമുണ്ട് അതിനകത്ത്. ഞാൻ പഞ്ചായത്ത് പിന്നെ 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിന് ശേഷം ആർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഇവിടെ വരുന്ന ഞാനാണ്. ഒരു വഴിയിൽ പോലും സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ലാത്തൊരവസ്ഥയായിരുന്നത്. ആദ്യത്തെ വർഷം തന്നെ 20 ലക്ഷം രൂപ വകയെടുത്ത് എല്ലാ വാർഡുകളിലും ഒരുപോലെ പ്രധാനപ്പെട്ട റോഡുകളിൽ കൂടെ എല്ലാം ലൈറ്റ് ഇട്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ എല്ലാ സ്റ്റേറ്റിലും സ്ട്രീറ്റ് ലൈറ്റ് എത്തിച്ചു. അന്ന് ഇതുപോലെ ദേശീയ പദ്ധതി പ്രകാരം ഇവിടെ കുടിവെള്ള ദേശീയ പദ്ധതിയൊന്നും ഇല്ലായിരുന്നു. ആർപ്പൂക്കര പഞ്ചായത്തിൽ സ്വന്തം ഫണ്ട് കൊണ്ട് തന്നെ ഇവിടെ കുടിവെള്ളം ഏറ്റവും പരമപ്രധാനമായി കണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വാട്ടർ എവരിവെയർ വാട്ടർ നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞ പോലെ ആർപ്പൂക്കരയുടെ അവസ്ഥ. പടിഞ്ഞാറ് മേഖലയിലെ ഒരു സ്ഥലത്തും ഒരു സമയത്തും കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ട്. കാരണം വെള്ളപ്പൊക്കമായി കഴിഞ്ഞാൽ അവിടുത്തെ കിണറുകളെല്ലാം കവിഞ്ഞൊഴുകി അവിടുത്തെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുകയില്ല. വേനലായി കഴിഞ്ഞാലോ അവിടുത്തെ കിണറുകളിലെല്ലാം ഒരു ഉന്തും കാരണം അവിടുത്തെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് പടിഞ്ഞാറൻ മേഖലയിലും കിഴക്കൻ മേഖലയിലും ഒരുപോലെ കുടിവെള്ളം എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം കണ്ടു. ഇന്ന് ആർപ്പൂക്കരയിലെ എല്ലാ വീടുകളിലും വളരെ നല്ല രീതിയിൽ കുടിവെള്ളം എത്തിക്കുന്നതിൽ ഞങ്ങളുടെ അടുത്ത് ചാരിതാർത്ഥ്യം കണ്ടു. ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല പ്രധാനമന്ത്രി നമ്മൾ പ്രദർശനം കണ്ടത്. പിന്നെ ഇത് പറഞ്ഞില്ലേ, മെഡിക്കൽ കോളേജ് ആർപ്പൂക്കര പഞ്ചായത്തിൽ 2 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. അത് 1997 നമ്മൾ വാങ്ങിച്ചതാണ്. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നം, അവിടുത്തെ അവിടുത്തെ ഒഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്ന ചെറിയൊരു ക്ലോസ് അതിനകത്ത് ചേർത്തിരുന്നതുകൊണ്ട് അതാരാന്നൊന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി വളരെയധികം കാലങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കേസുകളുണ്ടായി. 14 കേസുകൾ ഒരുമിച്ച് 2016 തീർപ്പാകുന്നത്. ആ കേസുകൾ തുടങ്ങിയത് 2000-ലാണ്. നമ്മുടെ ഇവിടുത്തെ ഭരണത്തിലെടുത്ത പ്രസിഡന്റുമാരുടെയൊക്കെ അനാസ്ഥ കൊണ്ട് തന്നെ ആ കേസുകൾ തീർപ്പാക്കുന്നതിന് ആരും മുൻകൈ എടുത്തില്ല. 2016 ആ കേസുകൾ തീർത്തു. ഇപ്പോൾ ഭൂമി നമ്മുടെ പേരിലായി. മെഡിക്കൽ കോളേജ് വികസനം വരുമായിരിക്കും. അതിലൊക്കെ പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ആർപ്പൂക്കര പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചീപ്പുങ്കൽ മണിയാവറമ്പ് റോഡ് പൂർത്തിയാകുമ്പോൾ ആർപ്പൂക്കര പഞ്ചായത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന റോഡാണ്. പടിഞ്ഞാറ് നിന്ന് ആരംഭിച്ച് ആർപ്പൂക്കരയുടെ ഏറ്റവും കിഴക്കൻ മേഖലയിൽ നിന്ന് അവസാനിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന പഞ്ചായത്തിൻ്റെ ഒരറ്റം അവസാനിപ്പിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. ആ വേമ്പനാട്ട് കായലിൽ തുടങ്ങി മെഡിക്കൽ കോളേജിൽ അവസാനിക്കുന്ന റോഡാണ്. ആർപ്പൂക്കര പഞ്ചായത്തിന് മുഖച്ഛായ വരുന്ന ആ റോഡ് വരുമ്പോൾ ആർപ്പൂക്കരയിലുണ്ടാകുമ്പോൾ ഏറ്റവും വലിയൊരു ഭവിഷ്യത്തുണ്ട്. പനമ്പാലം ഉൾപ്പെടെ ഈ റോഡ് കടന്നു പോകുന്ന മുഴുവൻ മേഖലകളിലും ഭയങ്കരമായ ഗതാഗത കുരുപ്പുണ്ടാകും. നമുക്കവിടെയെല്ലാം ബൈപ്പാസുകൾ ഉണ്ടാക്കണം, അവിടെയെല്ലാം റോഡ് വൈനിങ്ങുകൾ നടത്തണം. അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും അടുത്ത ഒരു ഭരണസമിതി 100% വിശ്വാസത്തോട് പറയുന്നു. 10 വർഷത്തെ ഭരണ നേട്ടങ്ങളുമായി അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ ഞങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ വീണ്ടും UDFൻ്റെ ഒരു തുടർഭരണം തന്നെ ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തെപ്പറ്റി യാതൊരു സംശയമില്ല. നല്ല രീതിയിൽ വികസനവും അതോടൊപ്പം തന്നെ ഒറ്റ കാര്യം കൂടെ പറയാം. ഒരു സുഹൃത്തോട് സൂചിപ്പിച്ചു, നമുക്ക് ആർപ്പൂക്കര പഞ്ചായത്തിൽ 60% പുഞ്ച പാടശേഖരങ്ങളുണ്ട്.
ആ പുഞ്ചപ്പാടശേഖരങ്ങൾ 5000 ഏക്കറിന് മുകളിലുണ്ട് നമുക്ക് ആർപ്പൂക്കര പഞ്ചായത്ത്. ആർപ്പൂക്കര പഞ്ചായത്തിൻ്റെ അതിരിൽ ആർപ്പൂക്കര കൃഷിഭവൻ്റെ കീഴിൽ 5000 ഏക്കറിന് മുകളിൽ ഇവിടെ പുഞ്ചപ്പാടശേഖരങ്ങളിലുണ്ട്. എല്ലാ വർഷവും ഏറ്റവും അധികം ഫണ്ട് നമ്മൾ മാറ്റിവെക്കുന്ന ഒരു വിത്തിന് സബ്സിഡി എന്ന് പറയുന്ന പദ്ധതിയാണ്. ആ പദ്ധതി പ്രകാരം നമുക്കിവിടെ വിത്തിന് സബ്സിഡി കൊടുക്കുന്നു. കർഷകർക്കെല്ലാം കൃത്യമായി അവർ നമ്മുടെ സർക്കാർ സർവീസിലൂടെ തന്നെ കൃഷിഭവൻ വഴി കൈമാറി ആ വിത്തിന് സബ്സിഡി നൽകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കർഷകരെ സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് സന്തുലിതമായിട്ടുള്ളൊരു വികസനം പാവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പടിഞ്ഞാറൻ മേഖലയിലും കിഴക്കൻ മേഖലയിലും മെഡിക്കൽ കോളേജിലെ മാലിന്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള നല്ല നല്ല പദ്ധതികളുമായി അടുത്തൊരു ഭരണസമിതി കൊണ്ട് നാളെ യാതൊരു സംശയമില്ല UDF അതിനോട് ഭരിക്കും. ഓക്കെ, LDF പ്രതിനിധിയിലേക്ക് ഒന്നുകൂടെ എത്തുകയാണ്. ഈ 5 വർഷക്കാലത്തെ ഭരണഘട്ടത്തിൽ നേട്ടങ്ങൾ ഒരുപാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. BJPയും LDFും അതിൻ്റെ കോട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി. താങ്കളുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ എത്ര ശതമാനത്തോളം ഇവരുടെ പ്രകടന പത്രികയിലെ വാക്കുകൾ പാലിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? പ്രിയമുള്ളവർ, ഇവിടെ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന പ്രസിഡന്റ് ഇപ്പോൾ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം ഈ പഞ്ചായത്ത് ഭരിച്ചത് UDF ആണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ സമീപ പഞ്ചായത്തുകളിലും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ വികസന സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം വികസന സദസ്സ് ഇപ്പോൾ തൊട്ടപ്പുറത്ത് നീടൂർ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തുകളിലും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കമ്മിറ്റിയിൽ അജണ്ടയിൽ വികസന സദസ്സ് സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തുന്നില്ലെന്നാണ് പറഞ്ഞത്. കാരണം വികസന സദസ്സ് നടത്താൻ തയ്യാറാകാത്ത ഒരു പഞ്ചായത്താണ് ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ 10 വർഷക്കാലം ഒരു വികസന പ്രവർത്തനവും ഈ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടില്ല. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചല്ലോ, ഇവിടെ നടത്തിയ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ ഇവിടെ പ്രസിഡന്റ് പറയാൻ കഴിഞ്ഞോ? ഇവിടെ പറഞ്ഞതെന്താ? കോട്ടയം മെഡിക്കൽ കോളേജിലെ വസ്തുവിൻ്റെ ആധാരം നടപ്പിലാക്കിയെന്നാണ് പറഞ്ഞത്. ഇവിടെ ശ്രീ തമ്പി പടിവാറ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ആ സ്ഥലം വാങ്ങുന്നത്, കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്ഥലം വാങ്ങുന്നത്. നമുക്കറിയാം 6-7 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വന്നിറങ്ങുന്നത് ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ബസ് സ്റ്റാൻഡിലാണ്. ആർപ്പൂക്കരയുടെ മുഖമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ്. ഇന്ന് ആ ബസ് സ്റ്റാൻഡിൻ്റെ മുഖം വികൃതമല്ലേ? അവിടെ ഒരു ടോയ്ലറ്റ് സംവിധാനമുണ്ടോ? അവിടെ ഇന്ന് നിലനിൽക്കുന്ന, അന്ന് ഇത് തുടക്കത്തിൽ പണിത ഒരു കെട്ടിടമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് DYSP പഞ്ചായത്തിന് നിർദ്ദേശം കൊടുത്തിരിക്കുക, ഈ കെട്ടിടം എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെന്ന്. എന്തൊരു ദയനീയമായ അവസ്ഥയാണ് ഈ പഞ്ചായത്ത് നേരിടുന്നത്. ഈ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥതയല്ലേ? ആ കെട്ടിടം പൊളിച്ചു മാറ്റാൻ DYSP സ്പെഷ്യൽ ബ്രാഞ്ച് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം ഒരു പ്രതിസന്ധി നേരിടുന്ന കേരളത്തിൽ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഉണ്ടാകുമോ? അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഏറ്റവും പ്രധാനമായി ആർപ്പൂക്കരയിൽ ജനങ്ങൾ കാണുന്നതാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ്. അവിടെ ഇന്നത്തെ സ്ഥിതി ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം നന്നായി അറിയാം. അവിടെ നിലനിൽക്കുന്ന കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ നിരന്തരം ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ ബസ് സ്റ്റാൻഡ് സംബന്ധിച്ചുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചകളിൽ നിന്നെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇവിടെ ആർപ്പൂക്കരയിലെ പൊതുവായ വികസനം സംബന്ധിച്ച്, ഏതെങ്കിലും ഒരു വികസനം സംബന്ധിച്ച്, ഇവിടെ ഏറ്റെടുത്ത പദ്ധതികൾ സംബന്ധിച്ച് ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 10 വർഷക്കാലം ഏറ്റെടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതി സംബന്ധിച്ച് ഈ ജനങ്ങളുടെ മുമ്പാകെ വെക്കാൻ കഴിയുമോ? കഴിയത്തില്ല. എന്ന് മാത്രമല്ല, ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് നിരവധി വികസന സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ്. കുമരകം പഞ്ചായത്തുമായി ഓരം ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത്. ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള പഞ്ചായത്താണ്. ടൂറിസത്തിൻ്റെ സാധ്യതകൾ അയ്മനം പഞ്ചായത്ത് പോലുള്ള പഞ്ചായത്തുകൾ അവരവിടെ അത് നടപ്പിലാക്കുന്നുണ്ട്. ഈ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഈ കുമരകം പഞ്ചായത്തുമായി ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്തല്ലേ? ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഈ പഞ്ചായത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ, ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ്. ഓക്കെ, വീണ്ടും വരാം. പ്രസിഡന്റിലേക്കാണ്. എന്തുകൊണ്ട് വികസന സദസ്സ് ഇവിടെ നടത്തുന്നില്ല? ഒരു വികസന സദസ്സ് നടത്തിയില്ല എന്നുകൊണ്ട് ഇവിടെ വികസനം ഇല്ല എന്ന് എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത്? ഇവിടെ ഒരു വികസന സദസ്സ് നടത്താതെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം എന്താണ് ഈ കഴിഞ്ഞ 10 വർഷമായ UDF ഭരണസമിതി ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന്. അതൊരു സദസ്സിൽ കൂടി വിളിച്ചു പറയേണ്ട കാര്യമില്ല. ഇത് ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ UDFൻ്റെ ഭരണസമിതിക്കുള്ള ആ ഒരു വിലയുള്ളതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ പഞ്ചായത്തിൻ്റെ മെമ്പറാണ് ഞാൻ.
ഓരോ വികസന പ്രവർത്തനം പങ്കാളികളാണ്. ഇവിടെ ഞാൻ ആദ്യം മെമ്പറായി വരുന്ന സമയത്ത് ഞങ്ങളുടെ UDFിൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലൈറ്റുകളില്ല, കുടിവെള്ളമില്ല. ഈ കുടിവെള്ളമില്ലാത്തതിൻ്റെ പേരിൽ കുടമായിട്ട് എൻ്റെ വീട്ടുപടിക്കൽ വന്നവരാണ്. ഒരു സാധാ പഞ്ചായത്ത് മെമ്പറായി എൻ്റെ വീട്ടുപടിക്കൽ കുടിവെള്ളമില്ലാത്തതിൻ്റെ പേരിൽ വന്ന ജനങ്ങളുടെ ആ കണ്ണുനീര് കണ്ടിട്ടാണ് ഈ പഞ്ചായത്തിന് ഫണ്ട് ഉപയോഗിച്ച്, അന്ന് ജലനിധി ഒന്നുമില്ല, ഞങ്ങൾ എല്ലാ വാർഡുകളിലും കുടിവെള്ളം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പൈപ്പിട്ട് ഇവർക്ക് കുടിവെള്ളം സബ്സിഡിയോടുകൂടി, കാരണം ഇവർക്ക് വാട്ടർ കണക്ഷൻ എടുക്കുന്ന 6500 രൂപ ചെലവഴിക്കും, അതിന് 5000 രൂപ സബ്സിഡിയോടുകൂടി ഇവർക്ക് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള വാട്ടർ കണക്ഷൻ കൊടുത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയിൽ അംഗമായിരുന്നു ഞാൻ. അടിസ്ഥാന സൗകര്യമാണ് വേണ്ടത്. വികസനം എന്ന് പറയുന്നത് ഒരു സദസ്സത്തെ വിളിച്ചു പോവുക എന്ന് മാത്രമല്ല എന്നുള്ളതാണ്. ആർപ്പൂക്കര പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഉടനെ പൊളിച്ചു നീക്കണം അല്ലെങ്കിൽ മെയിൻ്റെനൻസ് നടത്തണം. എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ? അത് പൊളിച്ചു നീക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊളിച്ചു നീക്കാനുള്ള സകല പേപ്പർ വർക്കുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തു. അതിന് വാലുവേഷൻ എടുക്കാൻ വേണ്ടി LSD എഞ്ചിനീയർ അതിന് കൊടുത്തിട്ടുണ്ട്. വാലുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ലേലവിടണം. പേപ്പർ വർക്കുകൾ ചെയ്യേണ്ടത് ഒരു കമ്മിറ്റിയുടെ തീരുമാനമെടുത്താൽ ബാക്കി നടപടികൾ ചെയ്യുന്ന അതിൻ്റെ ഇംപ്ലിമെൻ്റ് ഓഫീസർമാരാണ്. അത് പൊളിച്ചു നീക്കാൻ ഉടനെ തന്നെ അവിടെ പഞ്ചായത്തിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി 2 കോടി വകയിരുത്തി ഞങ്ങൾ പദ്ധതി പാസ്സാക്കി. ഈ പദ്ധതി പാസ്സായി വന്നതേ ഉള്ളൂ. ഇനി അതിന് സ്ട്രക്ചർ ഡിസൈൻ റെഡി ആയിട്ടുണ്ട്, അതിന് എസ്റ്റിമേറ്റ് റെഡി ആയിട്ടുണ്ട്, അത് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടണം. ഇതിനുപോലെ തന്നെ ഞങ്ങൾ പല കാര്യങ്ങൾക്ക് മുമ്പോട്ടിറങ്ങുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് എതിർത്ത് നിൽക്കുന്ന ഈ സർക്കാർ ഉള്ളപ്പോൾ ഏത് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് മുമ്പോട്ടിരിക്കാം? ഒരു വികസന സദസ്സ് നടത്തണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു വികസനത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ പനമ്പാലത്തെ ഞങ്ങളുടെ LP സ്കൂളിൻ്റെ കെട്ടിടം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. മെയിൻ്റനൻസ് ചെയ്യാനുള്ള ഫണ്ട് മാത്രമേ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് കൈകളിലുള്ളൂ. പക്ഷേ ആ കെട്ടിടം പുനർനിർമ്മിക്കാൻ വേണ്ടി അന്ന് സകല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ PTA അടക്കമുള്ളവർ ഒരു മെമ്മോറണ്ടം തയ്യാറാക്കി സർക്കാരിലോട്ട് സമർപ്പിച്ചിരുന്നു. പക്ഷേ കിട്ടിയില്ല. ഞങ്ങൾ മുട്ടാത്ത വാതിലുകൾ ഒന്നുമില്ല. പഞ്ചായത്ത് ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നതും ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നതും മാർക്സിസ്റ്റുകാരാണ്. പക്ഷെ ഞങ്ങളിവിടെ ചെയ്യുന്നതിനാൽ ഞങ്ങളുടെ 16 മെമ്പർമാർക്കും കിട്ടുന്ന ഫണ്ട് കൃത്യമായി തുല്യമായി വീതിച്ച് തന്നെയാണ് നൽകുന്നത്. പക്ഷെ അവിടെ ചെയ്യുന്ന എന്താണ്? അവിടെ രാഷ്ട്രീയപരമായിട്ട്, അതായത് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആർപ്പൂക്കര പഞ്ചായത്ത് ചെല്ലുമ്പോൾ പ്രതിപക്ഷം ആ വികസനം മുടക്കുന്നതായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ആണോ? അതെ. ആണോ? ഒരിക്കലുമല്ല. ഒരു വികസന പ്രവർത്തനത്തിനും ഇവിടെ ആരും എതിരല്ല. നമ്മുടെ കേരളത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ ഭാഗമായി പുതിയ വിദ്യാലയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് UDFിൻ്റെ കാലഘട്ടത്തിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സ്കൂളാണ് പനമ്പാലം സ്കൂള്. അടച്ചുപൂട്ടിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അടച്ചുപൂട്ടിയില്ല. കരിപ്പത്തൊട്ട് സ്കൂള് അടച്ചുപൂട്ടാൻ UDFിൻ്റെ കാലഘട്ടത്തിൽ തീരുമാനിച്ച ഒരു സ്കൂളാണ്, അടച്ചുപൂട്ടിയില്ല. ഒരു പുത്തൻ വിദ്യാഭ്യാസ സംസ്കാരം കൊണ്ടുവന്ന് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം 10,000 കുട്ടികളാണ് പുത്തൻ ചിറക് വെച്ച് പുത്തൻ ഉടുപ്പിട്ടുകൊണ്ട് സ്കൂളിലേക്ക് ഒഴുകിയെത്തിയത്. അതിനുശേഷം ഇപ്രാവശ്യം 12,05,000 കുട്ടികളാണ് പുതിയ സ്കൂളിലേക്ക് എത്തിയത്. ആ സ്കൂളിൽ എല്ലാ സംവിധാനവും ഏർപ്പെടുത്തിക്കൊണ്ട്, പഴയ സ്കൂളൊന്നുമല്ല, ഡെസ്കും ബെഞ്ചുമൊന്നുമല്ല, അവരുടെ എല്ലാ സംവിധാനത്തോടും കൂടി എല്ലാ അറ്റ്മോസ്ഫിയറും ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് പുത്തൻ രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് അടുത്ത് പരിശോധിക്കൂ. കഴിഞ്ഞ 5 വർഷക്കാലം 4.5 വർഷക്കാലം കൊണ്ട് VN വാസവൻ മന്ത്രി കൊണ്ടുവന്ന പണം 750 കോടി രൂപയാണ്. ഏതാണ്ട് 10,000 സംതിങ് കോടി രൂപ ഇവിടെ നമ്മുടെ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പം വികസന പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു എതിര് നിൽക്കുന്ന സ്ഥിതിവിശേഷമല്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ എല്ലാ വികസനവും വരണമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കുന്നത്. മറ്റൊരു കാര്യം സൂചിപ്പിച്ചത്, ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നതിന് ശേഷമാണ് നമ്മുടെ നാട്ടിലെ കുടിവെള്ളം പരിഹരിക്കപ്പെട്ടത്. വില്ലൂന്നിലാണെങ്കിലും വലിയ ടാങ്ക് പണിതും നമ്മുടെ നാട്ടിലെ ചൂരക്കാവിൽ വലിയൊരു കുളമുണ്ടാക്കിയതും നമ്മുടെ ഇവിടുത്തെ ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്ന ആവശ്യമായിട്ട് നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വികസന പ്രവർത്തനത്തിനും ഇവിടല്ല. PHSയുമായി ബന്ധപ്പെട്ട വിഷയം, PHC MLA മന്ത്രി അനുവദിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പിന്നിൽ നമ്മൾ നിൽക്കാൻ കഴിയണ്ടേ? അതിൻ്റെ പുറകെ നമുക്ക് നിൽക്കാൻ കഴിയണ്ടേ? അല്ല, നമ്മൾ ഇവിടെ കൊണ്ട് MLA മന്ത്രി ഇവിടെ കൊണ്ട് തന്നിട്ട് പോകുമോ? അതിൻ്റെ പിന്നിൽ നിന്നുള്ള നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയണ്ടേ? അതൊന്നും നടത്താൻ ഈ പഞ്ചായത്ത് സമയമില്ല. വികസന സദസ്സിനെ സംബന്ധിച്ച് പ്രസിഡന്റ് സൂചിപ്പിച്ചു. ഈ ഞങ്ങൾ LDFിൻ്റെ പ്രതിനിധിയും പറഞ്ഞു, അതായത് വികസന സദസ്സ് നടത്തണമെന്ന് ഗവൺമെൻറ് തീരുമാനം. ഞങ്ങൾക്ക് പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞു വികസന സദസ്സ് നടത്തൂ, എന്നിട്ട് നിങ്ങൾ ചെയ്ത കാര്യം പറയൂ.
എന്തുകൊണ്ട് നടത്തിയില്ല? നടത്താഞ്ഞ കാര്യം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പറയാനില്ലാത്തത് കൊണ്ടാണ് ഈ വികസന സദസ്സ് വേണ്ടാൻ തീരുമാനിച്ചെന്നാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ 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 നമ്മൾ ഇവിടെ ഇരിക്കുന്നവരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമുള്ള ചോദ്യം ചോദിക്കുകയാണ്. മൈക്ക് മരിക്കുക. ആരാണ് ചോദിക്കുന്നത്? ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആരോടാണ് ചോദ്യം? പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇവിടെ ശിവൻചേട്ടൻ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്താണ്. അതുപോലെ തന്നെ ടൂറിസം മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് പ്രോജക്റ്റുകൾ ഇതിൻ്റെ വികസന സമിതിയിലും അതുപോലെ തന്നെ ഇതിൻ്റെ സെമിനാറുകൾ കൂടുക, വികസന സെമിനാർ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ പല പ്രോജക്റ്റുകളും വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഭരണസമിതി ഇതിനൊന്നും ഒരു പ്രാധാന്യവും നൽകുന്നില്ല. ഇവിടെ എന്ത് വികസനമാണ് നടന്നതെന്ന് നമുക്ക് പരിശോധിക്കപ്പെടണം. പക്ഷേ അതിന് സെമിനാർ നടത്തുമ്പം അവികസന സെമിനാർ നിട്ടാൽ ചിലപ്പോൾ നടത്തും പ്രസിഡന്റ്. കാരണം അവികസനമാണ് ഇവിടെ നടന്നത്. ഒരു വികസനവുമില്ലാതെ ഈ രാജ്യം, കേരളം ഇതുപോലെ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയായി വികസനം വരുമ്പോൾ ആർപ്പുക്കര പഞ്ചായത്ത് ഇങ്ങനെ അതപ്പതിച്ച് കിടക്കുകയാണ്. എത്ര ശോച്യാവസ്ഥയാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ കവാടമായി നിൽക്കുന്ന ഇതിൻ്റെ ബസ് സ്റ്റാൻഡ്.
ഞങ്ങളൊക്കെ വെളിയിൽ ചെന്ന ആളുകൾ ഈ പഞ്ചായത്ത് ആളില്ല ഇതൊന്നും നന്നാക്കാൻ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അത് ഇടിഞ്ഞ് വീടാറായിരിക്കുക, ഫിറ്റ്നസ് ഇല്ല, ഒരു കാര്യവും നടന്നില്ല എന്ന് മാത്രമല്ല വികസനം കൊണ്ടുവരുന്നതിനെതിരെ നിൽക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏത് വാർഡാണ്? ഏത് വാർഡിലാണ്? എൻ്റെ വാർഡോ? എൻ്റെ വാർഡ് ഇപ്പം 16 നേരത്തെ 15. ഓക്കെ, എന്താണ് മറുപടി പറയാനുള്ളത്? വികസനം നടന്നിട്ടില്ലയോ? വികസനം നടന്നിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം തന്നെ പറഞ്ഞു. മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ് തകർന്ന് കടന്നിട്ട് നന്നാക്കിയെന്ന്. പിന്നെ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രൊജക്റ്റുകൾ സമർപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ സർക്കാരിലേക്ക്. പക്ഷേ ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ മാറ്റിവെച്ചിട്ട് തൊട്ടടുത്തുള്ള സർക്കാർ പ്രതിപക്ഷം, അതായത് LDF ഭരിക്കുന്ന പഞ്ചായത്തിലോട്ട് ടൂറിസം മേഖലയിലുള്ള പ്രൊജക്റ്റുകൾ പാസ്സാക്കി കൊടുക്കുന്നു. ആർപ്പൂക്കര പഞ്ചായത്തിനെ അവോയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ UDF ഭരിക്കുന്നുണ്ട്. എത്രയോ പ്രാവശ്യം ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ആൾക്കാർ ഞങ്ങൾ ബോട്ട് പിടിച്ച് മണിയാപുറമിൽ നിന്ന് ഞങ്ങളുടെ വാവക്കാടുള്ള പഞ്ചായത്തിന് സ്ഥലത്ത് കൊണ്ടുപോയി പല പ്രോജക്റ്റുകളും ഞങ്ങൾ വെച്ചു, പല എസ്റ്റിമേറ്റും തയ്യാറാക്കി കൊടുത്തു, ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഫണ്ട് വരുമ്പോൾ എവിടെ തടഞ്ഞു നിൽക്കുന്നു എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ള, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ക്രിമിറ്റോറിയത്തിൻ്റെ കാര്യം കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററും വാസു മിനിസ്റ്റർക്കും ഞങ്ങൾ കൊടുത്തതാണ്. പഞ്ചായത്തിനൊരു ക്രിമിറ്റോറിയം, ഒരു ശ്മശാനം ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം മെഡിക്കൽ കോളേജിൽ വരുന്ന അജ്ഞാത മൃതദേഹ ശരീരം സംസ്കരിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഈ പഞ്ചായത്തിന് വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് ചെലവഴിക്കുന്നത്. അതിനുവേണ്ടി ഫണ്ട് മാത്രമല്ല, ഇവിടുത്തെ സ്റ്റാഫുകളുടെ അവരും കൂടെ ചെന്നാണ് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഒരു ക്രിമിറ്റോറിയം ആവശ്യമാണ്. ഇപ്പം അനുവദിച്ചു എന്ന് പറയുന്നു, പക്ഷേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച്, പഞ്ചായത്തിന് അതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. ഓക്കെ, അവർ പറയുന്ന വികസനം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്, പ്രവർത്തികളുമായി മുന്നോട്ട് പോകുന്നു, പക്ഷേ ആരൊക്കെയോ തടയുന്നു എന്നുള്ളതാണ്. ഓക്കെ, ചോദിച്ചു, ആരോടാണ് ചോദ്യം? പ്രിയപ്പെട്ടവരെ, ചോദ്യം ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളോട് തന്നെയാണ്. ഈ ആർപ്പൂക്കര പഞ്ചായത്തിൽ യാതൊരു വികസനവും നടന്നിട്ടില്ല എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നിങ്ങളങ്ങനെ ആർപ്പൂക്കര പഞ്ചായത്തിൽ ഒരു വികസനവും നടന്നിട്ടില്ലെങ്കിൽ ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ എത്ര സമരങ്ങൾ നിങ്ങൾക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്? ഇവിടുത്തെ എല്ലാ വിഷയത്തിലും കൃത്യമായിട്ടും ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും 2 പ്രളയങ്ങളെ അതിജീവിച്ചു, കോവിഡ് വന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ജനങ്ങളുമായിട്ട് വളരെ ചേർന്നുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും അതുപോലെ തന്നെ അതിനകത്ത് CPM അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇവിടെ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വളരെ മനോഹരമായിട്ട് ആൾക്ക് ഒരു പരാതിയും ഉണ്ടാകാതെ ഇവിടുത്തെ ആളുകളുടെ ക്ഷേമം അന്വേഷിച്ചത്. അതുപോലെ തന്നെ ഇവിടെ വികസനം ഉണ്ടായില്ല എന്ന് പറയുന്നത്. വികസനത്തെക്കുറിച്ച്, ആർപ്പൂക്കരയിലെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ 20 വർഷത്തെ ഒരു വികസനത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം കഴിഞ്ഞ 10 വർഷം UDF ഇവിടെ ഭരിച്ചത്, അതിന് മുമ്പത്തെ 10 വർഷം LDF ഭരിച്ചത്. അതിന് മുമ്പത്തെ 10 വർഷത്തെ LDFിൻ്റെ ഭരണകാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എന്ത് മാറ്റം ഉണ്ടായി എന്നുള്ളത് നോക്കിയാലാണ് ആർപ്പൂക്കരയ്ക്ക് എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറയുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്, ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നിറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഭയങ്കര മോശമായൊരു കാര്യമാണെന്ന് പറയും. 10 വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് വന്നിട്ടുള്ള ഒരാൾക്ക് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വരുമ്പോൾ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ടാർപ്പ വിളിച്ച് കുറേ ആളുകൾ കയ്യേറിയ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വത്തിൻ്റെ നടുക്കിരുന്നുകൊണ്ട് കള്ള കച്ചവടം നടത്തി എടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തർക്ക് നാണക്കേട് ഉണ്ടാകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെ ഈ പറഞ്ഞ പോലെ നിൽക്കുന്ന ആനന്ദ് പഞ്ഞിക്കാരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരും ഭരണസമിതിയും വന്ന് അത് ഈ പറഞ്ഞ പോലെ 14ഓളം കേസിനകത്ത് നിന്ന് ആ ഭൂമിയെ മോചിപ്പിച്ച് ആ ആളുകളെ കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് ഇപ്പോൾ അതിന് കോടതി പറഞ്ഞ ആളുകളെയും അവരെയും പുനരധിവസിപ്പിച്ച് ആ ഭൂമി പഞ്ചായത്തിൻ്റേതാക്കി മാറ്റി. അതിനെ കല്ലിട്ടു, അതിന് വെച്ചു, ഈ ഭൂമി എവിടെയാണെന്ന് കണ്ടെത്തി. അതിനൊക്കെ ഒരുപാട് ശ്രമങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷം ഭരിച്ച CPMൻ്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായമാണ് അവനുണ്ടായിട്ടുള്ളത്? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സഹായം ഉണ്ടായിട്ടില്ല. പിന്നെ MLAയുടെ വികസനത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. MLA ഇവിടെ 44 കോടി രൂപയുടെ വികസനം നടന്നു എന്ന് പറയുന്നത്. ഈ MLA നടത്തിയ 44 കോടി രൂപയുടെ വികസനം ഏതൊക്കെ വാർഡുകളിലാണെന്നൂടെ CPM പറയണം. ഇവിടെ 10 UDFിൻ്റെ മെമ്പർമാരുണ്ട്. ആ UDFിൻ്റെ മെമ്പർമാരുടെ വാർഡുകളിൽ എത്ര ലക്ഷം രൂപ ഇവിടുത്തെ MLA അനുവദിച്ചു എന്നുകൂടെ പറയണം. നിഷ്കളങ്കമായിട്ട് പറയുമ്പോൾ ആളുകളത് കേട്ടുപോകും. പക്ഷേ ഇവിടെ കൃത്യമായ രാഷ്ട്രീയം നടത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഒരു UDFിൻ്റെ മെമ്പർക്ക് 1 രൂപ അനുവദിച്ചിട്ടില്ല. ഇവിടെ PHSക്ക് വേണ്ടിയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും ഈ പറഞ്ഞ മന്ത്രിയായ ഇവിടുത്തെ MLAയുടെ പുറകെ നടക്കുന്നുണ്ട്. ഒരു നീക്കവും നടത്തിയിട്ടില്ല. ഞങ്ങളതിന് പുറകെ പോകാവുന്നിടത്തെല്ലാം അതിന് പ്രതിപക്ഷത്തിനെ അടക്കം കൂടെ വിളിച്ചു. ഇവിടെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് നടത്തിയെടുക്കാൻ ഉണ്ടായിട്ടില്ല. ക്രിമിറ്റോറിയം ഈ നാട്ടിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരു നടപടിയും ഇങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ചൂരക്കാവിലെ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞു. ചൂരക്കാവിലെ സ്ഥലത്തിന്
പഞ്ചായത്ത് ഒരു പ്രോജക്റ്റ് വെച്ചു, ഇവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ടർഫ് ഉൾപ്പെടെയുള്ള ഒരു വികസന പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് അപേക്ഷിച്ചു. എന്ത് നടപടി ഉണ്ടായി? ഇവിടുത്തെ BJPയുടെ പ്രതിനിധികൾക്ക് അന്ന് അതിനെ സഹായിക്കാമല്ലോ. ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഓക്കെ 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 LDF പ്രതിനിധി മറുപടി പറയുക. LDFിൻ്റെ കാലത്തുണ്ടായ വികസനത്തെക്കാൾ ഏറെ മുമ്പിലാണ് UDFിൻ്റെ കാലത്ത് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ വികസനങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. UDFിൻ്റെ മെമ്പർമാർക്ക് മന്ത്രി എത്രത്തോളം എമൗണ്ടുകൾ ഓരോ വാർഡിന് നൽകി എന്നുള്ളതും ഒന്ന് മറുപടി. ഇവിടെ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ പറഞ്ഞ വാദം ഏറ്റവും കളവാണെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ 16-ാം വാർഡ്. ഇവിടുത്തെ പഴയ ഒരു കഴിഞ്ഞ ഈ ടൈമിലെ തന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് വാർഡാണ്. അഞ്ജു മനോജിൻ്റെ വാർഡാണ്. അവിടെ ബഹുമാനപ്പെട്ട മന്ത്രി 25 ലക്ഷം രൂപയാണ് ആ വാർഡിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മന്ത്രി നടത്തുന്ന ഇവിടെ മന്ത്രി രാഷ്ട്രീയം നോക്കിയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി കൊടുത്തത് ഇവിടുത്തെ UDFിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡിലേക്കാണ് 25 ലക്ഷം രൂപ കൊടുത്തത്. അങ്ങനെ ഈ ആർപ്പൂക്കരയുടെ വികസനത്തിന് ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇവിടെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല. ഒന്നും ഈ ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ നിരന്തരമായി ഈ പഞ്ചായത്തിന് മുൻപിൽ വർഷങ്ങൾക്ക് മുമ്പ് സമരം നടക്കുമായിരുന്നു. ഇവിടെ ഒരു ശ്മശാനം, പൊതു ശ്മശാനം വേണമെന്ന് ഇവിടെ സൂചിപ്പിച്ചു. ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരക്ഷരം പോലും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ ശ്മശാനം സംബന്ധിച്ച് ഇവിടെ മിണ്ടിയിട്ടില്ല. ഈ പഞ്ചായത്ത് ആവശ്യപ്പെടാതെ ഈ പഞ്ചായത്ത് ആവശ്യപ്പെടാതെ തന്നെ മന്ത്രി 1.5 കോടി രൂപ ശ്മശാനത്തിന് വേണ്ടി നൽകി കഴിഞ്ഞു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുക. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ ഉള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. ഇവിടെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ 1.5 കോടി രൂപയോളം ഇവിടെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയിട്ടുണ്ട്. അത് ഈ ആർപ്പൂക്കരയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കക്ഷി രാഷ്ട്രീയം നോക്കിയല്ല ഇവിടെ മന്ത്രി ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം നൽകുന്നത്. അത്തരത്തിലുള്ള വാദങ്ങൾ ഏറ്റവും മോശമാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞില്ല. ഇവിടെ ഒറ്റ കാര്യം ഇവിടെ സർക്കാർ പദ്ധതികൾ സംബന്ധിച്ച് നിങ്ങളൊരു ചോദ്യം ചോദിച്ചു. സർക്കാർ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടാണ് മാലിന്യമുക്ത കേരളം സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിച്ചു. മാലിന്യമുക്ത കേരളം ഏറ്റവും അനിവാര്യമായ ഒരു പദ്ധതിയാണ്. നമ്മുടെ പഞ്ചായത്തിൽ ആ പദ്ധതി നടപ്പിലാക്കുന്നത് ഇവിടെ ഹരിത കേരളവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാവപ്പെട്ട സ്ത്രീകൾ വീട് വിടാന്തരം കയറിറങ്ങി പ്ലാസ്റ്റിക് ശേഖരിച്ച് ഇവിടെ കൊണ്ട് MCFൽ ഏൽപ്പിച്ച് അത് തരംതിരിച്ച് അവരെത്രത്തോളം അതിന് ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ പദ്ധതി തകർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ഇവിടെ നിന്ന് ശമ്പളം കൊടുക്കുന്നില്ല. അവരുടെ ശമ്പളം ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ 2 ഹരിത കർമ്മസേനാംഗങ്ങളുടെ ശമ്പളം ഇവിടെ തടഞ്ഞു വെച്ച് മാസങ്ങളോളം തടഞ്ഞു വെച്ചു. ധിക്കാരപരമായ കാര്യമാണ്. പ്രസിഡന്റ്, അങ്ങനെ ഹരിത കർമ്മസേനയുടെ ശമ്പളം തടഞ്ഞു വെച്ചിട്ടുണ്ടോ? ഹരിത കർമ്മസേനയുടെ ശമ്പളം തടഞ്ഞു വെച്ചിട്ടില്ല. പക്ഷേ അവിടെ ഉണ്ടായൊരു പ്രശ്നം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ 2 വ്യക്തികൾ, കാരണം അവർക്ക് 2 വാർഡിൽ ആ 2 വ്യക്തികൾ മാത്രമേ കയറുള്ളൂ. വേറെ ഒരു വ്യക്തികളെയും കയറാൻ അനുവദിക്കില്ല. 2 പേരുടെ തൊഴിൽ തടയുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. അവർ 9, 10 വാർഡുകളിൽ അവർ 2 പേരും മാത്രമേ കയറുള്ളൂ, വേറെ ആരെയും കയറാൻ സമ്മതിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടെടുത്തു. ആ നിലപാടെടുത്തപ്പോൾ അവരോട് പല പ്രാവശ്യവും CDS ചെയർപേഴ്സൺ, മെമ്പർ സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡിൻ്റെ മെമ്പറേയും വിളിച്ചിട്ട് ഇവരോട് ചർച്ച ചെയ്തു. നിങ്ങളൊരു കാര്യം ചെയ്യുക, 2 പേര് അപേക്ഷ തന്ന 2 അല്ല 4-5 അപേക്ഷകൾ ഈ ഹരിതകർമ്മ സേനയെ പ്രവർത്തിക്കാൻ അപേക്ഷകൾ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കാതെ അവർക്ക് ജോലി കൊടുക്കണം. ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ, അതാണ് ശമ്പളം തടഞ്ഞു വെക്കുക എന്നുള്ളതല്ല, തീരുമാനം ഉണ്ടാകുന്നവരെ താൽക്കാലികമായിട്ട് ഇവരുടെ ഒരു പെൻഡിങ് വെക്കാനാണ് പറഞ്ഞത്. അല്ല ശമ്പളം തടഞ്ഞു വെക്കുന്ന ഒരു പ്രവൃത്തിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ഹരിതകർമ്മസേനകൾ ഇന്ന് വരെ കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിട്ടില്ല. വർഷം എത്രയായി ഈ ഹരിതകർമ്മസേന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് ഉത്തരം പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ ഈ ഹരിതകർമ്മസേനാംഗങ്ങൾ പാർട്ടി ഓഫീസിൽ ചെന്നാൽ അവരോട് ചെന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് രജിസ്റ്റർ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ഹരിതകർമ്മസേനാംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി ഓഫീസിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യാത്തത്. ഇത് ശരിയല്ല. അത് ഈ വർത്തമാനം ശരിയല്ല. പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു നിയന്ത്രണവും ഇവിടുത്തെ കുടുംബശ്രീക്ക് മേൽ നടത്തുന്നില്ല. ഇപ്പോൾ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഇവിടുത്തെ ഈ 2 ഹരിതകർമ്മ സേനയെ ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ ഇവിടെ ഒരു സമരം തന്നെ ഈ പഞ്ചായത്തിന് മുമ്പിൽ നടത്തിയത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഒരു വാർഡിൽ 2 ഹരിതകർമ്മ സേന ഇറങ്ങുന്നുണ്ട്. അവരിറങ്ങണ്ടെന്ന് പറയാൻ കാര്യം മെമ്പർക്ക് തന്നെ കാര്യം. അവരിറങ്ങണ്ട, അവർ ജോലി ചെയ്യണ്ട, അവരവിടെ മാത്രമേ ഇറങ്ങുള്ളൂ. 2 ആളുകൾ 2 വാർഡിൽ ഇറങ്ങുന്നുണ്ട്. അവിടെ ഒരു തടസ്സവും ഇല്ല. അവരുടെ ജോലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറയട്ടെ, അവർ ജോലി ചെയ്യുന്നില്ലെന്ന് പറയട്ടെ, അവർക്ക് വേറെ എന്തെങ്കിലും അവർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയട്ടെ. ഇതൊന്നുമല്ല, മെമ്പർക്ക് ഇഷ്ടമില്ല.
മെമ്പർക്ക് ഇഷ്ടമില്ലാത്തതിന്റെ ഭാഗമായി വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. വ്യക്തി പ്രശ്നം തന്നെയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ വ്യക്തിപരമായ പ്രശ്നം തന്നെയാണ്. പറയട്ടെ, ഒന്നത് ആ ഒരു വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതിവിടെ അവർക്ക് ശമ്പളം കൊടുക്കാതെ വരെയും തടഞ്ഞു വെക്കുകയും അതിന് വിഷയം ഉണ്ടായി ചർച്ച. ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ഒരു ബഹുമാനപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ച പോലെ ഇവിടെ നമ്മുടെ ഈ സമരങ്ങളില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഞങ്ങളിവിടെ നിരന്തരം സമരം ചെയ്തിട്ടുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിൽ പഞ്ചായത്ത് ചെയ്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പം ഷോപ്പിംഗ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട വിഷയം പ്രസിഡന്റ് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഇരിക്കുന്ന കമ്മിറ്റിയിൽ ഒരു പ്ലാൻ തയ്യാറാക്കുമോ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇനി കോൺഗ്രസിൻ്റെ ഓഫീസിൽ തയ്യാറാക്കി കൊണ്ട് പോയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനം ഞങ്ങളുടെ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു കാര്യവും നടന്നില്ല. ഹരിതകർമ്മസേന അംഗങ്ങൾ ആരാണ്? നിങ്ങളാണോ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ? അല്ല. ഓക്കെ, എന്നാൽ ചേട്ടൻ സംസാരിക്കും. ഒരു മിനിറ്റ് ജസ്റ്റ്. ആരോടാണ്? പ്രസിഡന്റിനോട് 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, കോട്ടയം ജില്ലയിലെ ഏതാണ്ട് 71 ഗ്രാമപഞ്ചായത്തുകളാണ് ഉണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പദ്ധതി നിർവഹണത്തിൽ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് എത്രാം സ്ഥാനത്താണ് നിലനിൽക്കുന്നതെന്നുള്ളത് പ്രസിഡന്റ് ഈ വേദിയിൽ ഒന്ന് മറുപടി പറയണം. 2, ഈ യോഗം അല്ലെങ്കിൽ ഈ ഒരു ഡിബേറ്റ് നടത്തേണ്ടത് നമ്മുടെ തൊണ്ണൻകുടി LP സ്കൂളിൽ വെച്ചായിരുന്നു. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണം എന്നുള്ളൊരു തീരുമാനം എടുത്ത് തൊണ്ണൻകുഴി സ്കൂൾ അടക്കം അടച്ചുപൂട്ടാൻ അന്നത്തെ UDF ഗവൺമെന്റ് തീരുമാനം എടുക്കുമ്പോൾ പിന്നീട് വന്ന LDF ഗവൺമെന്റ് തൊണ്ണൻകുഴി സ്കൂളിനെ നിലനിർത്തിയത് വിശുദ്ധിയായ അൽഫോൻസാമ പഠിച്ച ആ സ്കൂള് അതേപടി തന്നെ നിലനിൽക്കണമെന്നുള്ള LDF ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ആ സ്കൂള് ഇന്നും തൊണ്ണൻകുഴിയിൽ തലയുടുപ്പോടുകൂടി തന്നെ ഉയർന്നു നിൽക്കുന്നത്. കാര്യം വിശുദ്ധി അൽഫോൻസാമ പോലും പഠിച്ച സ്കൂള് പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെ UDF ഗവൺമെൻറ് അടച്ചുപൂട്ടുവാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ അതിനെ സംരക്ഷിച്ചത് LDF ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. മറ്റൊന്ന്, ആർപ്പൂക്കരയിലെ വികസനങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ് എന്ത് വികസനമാണ് നിങ്ങൾ നടത്തിയെന്നുള്ളത് ഒരു വികസന ചർച്ച നടത്താൻ, വികസന സദസ്സ് നടത്തി പൊതുജനങ്ങളെ ധരിപ്പിക്കുവാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? വികസനത്തിൻ്റെ അനന്ത സാധ്യതകളുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ആർപ്പൂക്കര. അതായത് കേരളത്തിൻ്റെയും ഇന്ത്യ തലത്തിലെയും അഖിലേന്ത്യാ തലത്തിലുമെല്ലാം തലയെടുപ്പോടെ നടത്തുന്ന മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ തിലകക്കുറിയായിട്ട് നിൽക്കുകയാണ്. 11ാമത്തെ ഹൃദയം മാറ്റൽ ശസ്ത്രക്രിയ ഇവിടെ നടത്താൻ പോകുന്നു, ലോകോത്തര നിലവാരത്തിലേക്ക് നടത്താൻ പോകുന്നു. ആ ആശുപത്രിയിൽ അപടം മുതൽ വേമ്പനാട്ട് കായലോട് ചേർന്ന് നിൽക്കുന്ന കായലോരം വരെയുള്ള അനന്തമായിട്ടുള്ള ടൂറിസം മേഖലയിലെയും ആരോഗ്യ രംഗത്തെയുള്ള വികസനങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആർപ്പൂക്കരയിൽ അനന്ത സാധ്യതകളെ എന്തുകൊണ്ട് നമ്മുടെ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതിക്ക് നമുക്ക് 1 ഇഞ്ച് പോലും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല? ടൂറിസം രംഗത്ത് നമ്മുടെ സമീപത്തുള്ള അയ്മനവും തിരുവാർപ്പും കുമരവും ഒക്കെ വളരെ കുതിപ്പ് നടക്കും. ഇപ്പൊ ഇന്ത്യയുടെ പ്രസിഡന്റ് പോലും ഒരു ഗ്രാമപഞ്ചായത്തിൽ വന്ന് താമസിക്കുവാണ്. അത്രയും അനന്ത സാധ്യതയുള്ള കായലിന്റെ ചേർന്ന് കിടക്കുന്ന ആർപ്പൂക്കരയിൽ ഒരു ചെറിയ പൈസയുടെ പോലും വികസനം നടത്തുവാനായിട്ട് എന്തുകൊണ്ട് ഈ ഭരണസമിതി കഴിഞ്ഞില്ല? മെഡിക്കൽ കോളേജ് പ്രദേശത്ത് എന്തുകൊണ്ട് അത്രയും തിലവക്കുറയായി നിൽക്കുന്ന ആശുപത്രിയുടെ സമീപത്ത് സഖാവ് തമ്പി വടിവാറ LDFന്റെ പ്രസിഡന്റ് ആയി നിൽക്കുന്ന സമയത്തുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും ബസ് സ്റ്റാൻഡും അല്ലാതെ ഒരു പെട്ടിക്കട പോലും നമുക്കെത്താം. ആദ്യം അദ്ദേഹം ചോദിച്ച പ്രകാരം ഈ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ എത്രാം സ്ഥാനത്താണ്? പദ്ധതി വിഹിതം ചെലവാക്കിയതുമായി ബന്ധപ്പെട്ട് അതിന്റെ നമുക്ക് ഏകദേശം ഒരു 35% എക്സ്പെൻഡിച്ചർ ആയിട്ടുണ്ട്. പക്ഷെ പല ബില്ലുകളും പോകാൻ പറ്റുന്നില്ല. കാരണം അല്ല അത് മറുപടി പറയട്ടെ. പറഞ്ഞതിന് ശേഷം പറഞ്ഞോ പ്രസിഡന്റ് പറയാം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട.
ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എത്രയിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് സൈറ്റിൽ നിന്ന് എടുക്കണം. കേസ് അല്ല ഞാൻ ഓക്കെ 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 രാഷ്ട്രീയമായി എതിർക്കാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എതിർക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഭരണസമിതിയുടെ അവസാന കാലത്ത് ഒരു കേസ് മാർട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ബില്ല് പോലും പാസ്സാക്കാതെ അല്ല, നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം തന്നെയാണ് ഞാൻ പറയുന്നത് സുഹൃത്തെ. അതിന്റെ ഉത്തരം തന്നെയാണ് പറയുന്നത്. വീട് മെയിൻ്റെനൻസ് ചെയ്തിട്ട് മെയിൻ്റെനൻസ് ഗ്രാൻഡ് വരാഞ്ഞിട്ട് വീട് മെയിൻ്റെനൻസ് പോലും കൊടുക്കാൻ പറ്റാതിരിക്കുന്നു, അതിന്റെ പൈസ കൊടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ട്. എന്താണെന്നറിയാം ഈ കേസ് മാർട്ടിന്റെ പരാജയം. ഇത് തന്നെയാണ് പറയുന്നത്. സോഫ്റ്റ്വെയറിന്റെ പ്രശ്നങ്ങളുടെ പല പേപ്പറുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഈ ഞാൻ ചോദിക്കട്ടെ, ഓരോ ഭരണസമിതിയുടെ അവസാന കാലത്ത് പുതിയൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലല്ല മറുപടി പറയും പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാനൊരു കാര്യം പറയുന്നു, ഇത് ഒറ്റ ചോദ്യം മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷം. ഇവിടെ നമ്മുടെ വർക്കുകൾ മുഴുവൻ തുടങ്ങിയിരിക്കുന്നു. ബില്ലുകൾ വിടേണ്ടത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. അല്ല, ഞാൻ പറയുന്നത് ഈ സ്ഥാനം വരണമെങ്കിൽ ബില്ലുകൾ പാസ്സായി പോകണം. ബില്ലുകൾ പാസ്സായി പോകണമെങ്കിൽ സർക്കാരിന് ഗ്രാന്റ് വരണം. ആ ഗഡു വന്ന് ഈ ബില്ലുകൾ പാസ്സായാൽ എത്ര സ്ഥാനം കറക്റ്റ് നമുക്ക് റിപ്പോർട്ട് കിട്ടത്തുള്ളൂ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവസാന സമയത്ത് ഒരു അല്ലല്ല സുഹൃത്തെ അല്ല എന്നെ ഓക്കെ അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ പദ്ധതി വികസനത്തിന്റെ പേഴ്സന്റേജ് എത്രയാണെന്ന് ചോദിക്കുന്നത് CPM-നോട് ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ.
കഴിഞ്ഞ 5 വർഷത്തിൽ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ എത്ര പറയണം. അതുകൊണ്ടൊന്ന് പറയണം. ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ വികസനം തടസ്സപ്പെടുത്താൻ എത്ര സെക്രട്ടറിമാരെ ഇവിടെ മാറി മാറി താമസിച്ചെന്നും മാറി ഇവിടെ നിയമിച്ചെന്നും ഇവിടെ ഇങ്ങനെ മാറ്റിവെച്ചെന്നും നിങ്ങൾ ഓർക്കണം. ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ട് അതിന്റെ വികസനം തടസ്സപ്പെടുത്താൻ അതിന്റെ ബില്ല് പാസ്സാക്കാതിരിക്കാൻ നിങ്ങൾ മനഃപൂർവ്വം കാണിച്ച അഭ്യാസമല്ല അത്. പറയൂ. ഓക്കെ, ഞാൻ ആ സൈറ്റ് നോക്കിയില്ലെന്ന് പറഞ്ഞ് സത്യ എന്നാ വെച്ചാൽ കുഞ്ഞു മനസ്സിൽ കളങ്കിയിരിക്കുമല്ലോ. ആ സൈറ്റ് നോക്കാതെ പുള്ളിക്കാർക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന പ്രസിഡന്റാണ്. പിന്നെ ഈ പഞ്ചായത്തിനെ കുറിച്ച് 10 വർഷക്കാലമായിട്ട് മാറി 12 പ്രസിഡന്റുമാർ വന്നതല്ലാതെ ഇവിടെ ഒരു വികസന പ്രവർത്തനം ആലപ്പുഴ പഞ്ചായത്തിൽ നടത്തിയിട്ടില്ലെന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യം. ഓക്കെ, നമുക്ക് കുടുംബശ്രീയിലെ കുടുംബശ്രീ അംഗങ്ങൾ സംസാരിക്കണം. ഹരിതകർമ്മസേന. ഓക്കെ. ആരാണ് എന്താ, ആരോടാണ് ചോദ്യം പറയാനുള്ളത്? ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞോ. ഹരിതകർമ്മസേനയുടെ 2 പേരുടെ കാര്യമല്ലേ മുമ്പേ പറഞ്ഞിരുന്നത്. അത് കറക്റ്റ് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിലാണ് എല്ലാവരും വർക്ക് ചെയ്യേണ്ടത് അല്ലേ? എല്ലാ അംഗങ്ങളും 16 പേരുണ്ടെങ്കിൽ അത്രയും 16 വാർഡിലെയും 32 പേരുണ്ടെങ്കിൽ അത്രയും പേരും ഒരേ രീതിയിൽ വർക്ക് ചെയ്യണം. ഇത് അവർ 2 പേരും എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടാണ് അഭിപ്രായങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കേൾക്കത്തില്ലായിരുന്നു. അവർ സ്വന്തമായിട്ട് പൈസ എടുത്തു, സ്വന്തമായിട്ട് ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചു. അങ്ങനെയൊക്കെ ആയപ്പോഴാണ് പ്രസിഡന്റ് അങ്ങനെ ഒരു സജഷൻ വെച്ചത്. അല്ലാതെ വേറെ എതിർത്തൊന്നും അല്ല ചെയ്തത്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഒരു മിനിറ്റ് ഇദ്ദേഹം നമ്മുടെ ഒരു ചെറിയ കേസ് ഇതേ ഉള്ളൂ. നമുക്കിവിടെ പ്ലാൻ ഫണ്ട് എക്സ്പെൻഡിച്ചർ ആകുന്ന കാര്യം ചോദിച്ചല്ലോ. പല പദ്ധതികളും പൂർത്തിയായിരിക്കുക, ടെൻഡർ ചെയ്തു. പക്ഷേ പദ്ധതി വിധമൊന്ന് അനുവദിച്ചാലല്ലേ ചിലവാക്കാൻ പറ്റുള്ളൂ. അവസാനം 90-ാം തീയതി ഇപ്പോൾ ഫണ്ട് ലാപ്സായി പ്രവർത്തിക്കുകയെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഫണ്ടില്ലാത്തതുകൊണ്ട് കേരളത്തിലെ മൊത്തം ഗ്രാമപഞ്ചായത്തിൽ ഇതാ അവസ്ഥ. അതുകൊണ്ട് ഇവിടുത്തെ ഫണ്ട് മുഴുവൻ അവസാന നിമിഷം മാത്രം ഇവിടെ തരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ചെറിയ കാര്യം പറയും. എല്ലാവരും 2-3 പേരോട് പറയുന്നത് കേട്ട് കുമരൻ പഞ്ചായത്തിൽ അവിടുത്തെ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നത് ആ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെ കഴിവിൻ്റെ കൂടുതലുകൊണ്ടാണെന്നുള്ളത്. അതിപ്പോൾ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കഴിവുകളായിട്ട് കൂട്ടി കാണിക്കേണ്ട കാര്യമുണ്ടോ? നമുക്കൊരു കാര്യം പറയാം, ഒറ്റ കാര്യം. ഇവർ മെഡിക്കൽ കോളേജിൽ ഒരുപാട് വികസനം ബഹുമാനപ്പെട്ട മന്ത്രി കൊണ്ടുവന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആർപ്പുകര പഞ്ചായത്തിൽ ഈ മന്ത്രി കൊണ്ടുവന്ന ഒരു വികസന പദ്ധതി ഈ പഞ്ചായത്തിന് ഉൾപ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഈ പഞ്ചായത്തിന് മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതി ഒന്ന് കൊണ്ടുവന്നായിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഇവരൊന്ന് പറയട്ടെ. അതോടൊപ്പം തന്നെ ചീപ്പുങ്കൽ മണിയാറമ്പ് റോഡ് ജോർജ് ജോസഫ് പൊടിവാർ വിഭാവനം ചെയ്ത റോഡാണ്. ആ റോഡ് അതിൻ്റെ ഒരു 3/4 ഭാഗമായി മുൻ MLA UDFിൻ്റെ MLA ആയിരുന്നു തോമസ് ചാഴികാടൻ ആ റോഡിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മുൻ MLA സുരേഷ് കുറുപ്പ് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല, അത് ഫണ്ട് അനുവദിപ്പിച്ചൊക്കെ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്രയും വലിയ വികസന വികസനമാണെങ്കിൽ ഒന്ന് പൂർത്തിയാക്കാൻ മേലെ ഈ പഞ്ചായത്തിൻ്റെ മുഖച്ഛായ മാറും, മറ്റൊന്നും വേണ്ട. ഒരു മറുപടി. ആര് പദ്ധതി കൊണ്ടുവന്നാലും ശവപ്പറമ്പായി കിടക്കുകയായിരുന്നു. ശ്രീ VN വാസവൻ വന്നതിന് ശേഷമാണ് ആ വഴിക്ക് ശാപമോക്ഷമുണ്ടായിട്ടുള്ളത്. അവിടെ മണിയാവറമ്പ് ചീപ്പുങ്കൽ റോഡ് ഇത്രമാത്രം എത്തിച്ചു കൊടുത്തത് VN വാസവനാണ്. ആരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവാം, പക്ഷേ അതൊക്കെ പേപ്പറിൽ കിടക്കുക. അതൊന്നും അല്ല ഇതിൻ്റെ ശരി. VN വാസവൻ്റെ മന്ത്രി അതിന് ശേഷമുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിവിധ മേഖലയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ റോഡ് കൃത്യമായി കിടക്കുന്നത്. ഇപ്പോഴും അവിടെ റോഡ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് വീണ്ടും 44 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ആ റോഡിൻ്റെ എല്ലാ ശോചിയാവസ്ഥ മാറ്റിക്കൊണ്ട്, കാരണം ഇപ്പോൾ വണ്ടി കയറിയാൽ താഴും, അതുകൊണ്ട് കുറച്ചുകൂടെ അതിന് മാറ്റപ്പെടുത്തണം. അത് മാറ്റപ്പെടുത്തുന്നതിന് വേണ്ടി കൃത്യമായി അവിടെ ആ റോഡിൻ്റെ ശോചിയാവസ്ഥ മാറുന്നതിന് വേണ്ടി വീണ്ടും 44 കോടി രൂപ പ്രത്യേക ഫണ്ട് അനുവദിച്ചുകൊണ്ട് അടിയന്തരമായി ഉടനെ വർക്ക് പൂർത്തിയാക്കും. ഇവിടെ സൂചിപ്പിച്ചല്ലോ അങ്ങോട്ട് വന്നത് എനിക്ക് നമുക്ക് അറിയാൻ അതെ, കോൺഗ്രസിന്റെ പ്രതിനിധി നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് പറയാം. ഞാൻ സമയം പറയുമ്പോൾ കയറി പറഞ്ഞത് ശരിയല്ല, അത് നിങ്ങൾക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടാണ്, അത് ശരിയല്ല. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾക്ക് കൃത്യമായി പറയണം. മെഡിക്കൽ കോളേജിൽ 5 ജില്ലയിൽ നിന്ന് വരുന്ന ആളുകൾ നിരന്തരം വരുന്ന മെഡിക്കൽ കോളേജ് 7000-ഓളം ആളുകൾ വരുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ. അവിടെ ഒരു അടിപ്പാത ഉണ്ടാക്കാൻ എതിരുന്ന ആളുകളാണ് ഇവർ. അവിടെ എത്രയോ ആളുകൾ, ഒരു ആർപ്പുകര തന്നെ ഒരു സ്ത്രീ, പാവപ്പെട്ട ഒരു സ്ത്രീ വഴി ക്രോസ് ചെയ്തപ്പോൾ വാഹനം ഇടിച്ച് മരിച്ചു. ഒരു ദിവസം പോലും അപകടമില്ല. അവിടെ ഒരു അവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. ആ സ്ഥാപിക്കാൻ കുഴിയെടുത്തപ്പോൾ എതിർത്തു ഇവർ.
എതിർക്കാൻ അവിടെ കുഴിക്കാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു. പക്ഷേ കുഴിച്ചു. ഞാൻ പറഞ്ഞു വന്നത് VN വാസവൻ കൊണ്ടുവന്ന വികസനമല്ലാതെ ഒരു വികസനവും ഈ നാടില്ല. ഈ കിടക്കുന്ന റോഡുകളെല്ലാം BMC നിലവാരത്തിൽപ്പെടുത്തി എല്ലാം ഭംഗിയായി ആർപ്പുക്കട റോഡ് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമീണ റോഡുകൾ, ഇപ്പോൾ ഗ്രാമീണ റോഡുകൾ പറഞ്ഞല്ലോ, ഇവിടെ വിവേചനം പറഞ്ഞല്ലോ ഇവർ. എൻ്റെ വാർഡിലേക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ പൈസ തന്നിട്ടില്ല. ഞാൻ കാല് പിടിച്ച് രണ്ടുപേരുടെയും ഒരു പൈസ പോലും തന്നിട്ടില്ല. എൻ്റെ വാർഡിലെ വഴിയെല്ലാം താറുമാറായി കിടന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ പോയി കണ്ടിട്ട്, മന്ത്രിയെ കണ്ടിട്ടാണ് അവിടെ ഗ്രാമീണ റോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 44 ലക്ഷം രൂപ അനുവദിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ പറയുന്നത് ശുദ്ധ നുണയാണ്, ഒന്നുമല്ല. അടുത്ത ചോദ്യം ആരോടാണ്? ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചായിരുന്നു, പദ്ധതി വീതം വെക്കുമ്പോഴത്തേല അല്ലെങ്കിൽ ഫണ്ട് വീതം വെക്കുമ്പോൾ തുല്യമായിട്ടാണ് വീതം വെക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഈ 5 വർഷം ഒരു മെമ്പർക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ ഫണ്ട് എത്രയാണെന്ന് പ്രസിഡന്റിന് പറയാമോ? ഫണ്ട് ഏറ്റവും കൂടുതൽ ഫണ്ട്. അതുപോലെ തന്നെ ഇവിടെ വീതം വെച്ചു അല്ല, ഫണ്ട് വിഹിതത്തിന്റെ വീതം വെച്ചെന്ന് പറഞ്ഞു. ഫണ്ട് വിഹിതത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത് 4.5 ലക്ഷം രൂപ. 4-ാം വാർഡിലെ ഹരിക്കുട്ടൻ മെമ്പർക്ക് എത്ര ഫണ്ട് കിട്ടിയെന്നൊന്ന് ചോദിച്ചു നോക്ക്. 3 ലക്ഷം രൂപ. അതിനുശേഷം ഇവിടെ റിവിഷൻ ഫണ്ട് വന്നു 25 ലക്ഷം രൂപ. അത് ഏതൊക്കെ വാർഡിലേക്ക് വിളിച്ചു? കിട്ടാത്ത 2 മെമ്പർമാർ ഇവിടെയുണ്ട്, ഞങ്ങൾക്ക് തന്നില്ല. കാരണം അവിടെ 3 ലക്ഷം കൊടുത്ത കാരണം അന്ന് ഞങ്ങൾ കമ്മിറ്റിയിൽ ബഹളം വെച്ചതിന് ശേഷം 4-ാം വാർഡിലേക്ക് 2 ലക്ഷം രൂപ വെച്ചു. ഇവർ വീതം എല്ലാം ഒരുമിച്ചാണ് കൊടുക്കുന്നതെന്നും എല്ലാം തുല്യമായിട്ട് വീതം വെക്കുന്നതെന്നും. ഇവിടെ കൈയടിച്ചവരും കൂടെ മനസ്സിലാക്കാനാണ്, ഇവിടെ തുല്യമായിട്ടാണോ വീതം വെക്കുന്നതെന്ന് നോക്കണം. ഈ 25 ലക്ഷം രൂപ കിട്ടാത്ത 2 മെമ്പർമാരാണ് ഞങ്ങൾക്ക് തന്നില്ല. കാരണം കുറച്ച് കൊടുത്ത വാർഡിലേക്ക് ഞങ്ങൾ ബഹളം വെച്ചതിനെ തുടർന്നാണ് 2 വാർഡിൽ കൂട്ടിക്കൊടുത്തത്. എന്താണ് വസ്തുത? അതെ, 25 ലക്ഷം രൂപ സാമ്പത്തിക വർഷത്തിന്റെ അവസാന സമയം തന്നു. പക്ഷേ ഈ പദ്ധതി പാസ്സാകിയാൽ എന്നുള്ളത് തന്ന ആൾക്കാർക്കും അറിയാം. അത് അതേപടി തിരിച്ച് അങ്ങോട്ട് പോയി. മെയിൻറ്റനൻസ് ഗ്രാൻഡ് ആയിരുന്നു. പിന്നെ ഇത് തുല്യമായിട്ട് വീതം വെക്കും. UDFന്റെ മെമ്പർമാർക്കും LDFന്റെ തുല്യമായിട്ട് വീതം വെക്കും. പക്ഷേ പടിഞ്ഞാറൻ മേഖല 1-ാം വാർഡ് ഉൾപ്പെടെയുള്ളവർക്ക് ഓൺ ഫണ്ട്, കാരണം അവിടെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിക്കാൻ പറ്റാത്ത പുതിയ റോഡുകളുണ്ടാവും. അവിടെ പഞ്ചായത്തിന് ഓൺ ഫണ്ട് വരെ വെച്ചു കൊടുത്ത ഭരണസമിതിയാണിത്. ഓരോ പ്രാവശ്യവും ഓരോ ജനപ്രതിനിധികൾക്കും അവരുടെ വാർഡിന് അനുയോജ്യമായ ഫണ്ട് അവർക്ക് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിക്കാൻ പറ്റിയല്ലെങ്കിൽ ഇപ്പോഴും സേതുകുമാർ ഞാൻ മെമ്പറോട് മാത്രമായിട്ട് പറയുന്നില്ല, ഓരോ വാർഡുകളിലോട്ടും അവർക്ക് പുതിയ റോഡ് ചെയ്യണം, മണ്ണടിക്കണം, ഫണ്ട് ഈ കഴിഞ്ഞ റിവിഷനിൽ പോലും പല വാർഡുകളുടെയും അത് ഞങ്ങളുടെ LDF-ന്നോ UDF-ന്നോ നോക്കാറില്ല. ഫണ്ട് ചേഞ്ച് ചെയ്ത് ഓൺ ഫണ്ടെങ്കിൽ ഓൺ ഫണ്ട്, CFC എങ്കിൽ CFC, മെയിൻ്റനൻസ് ഗ്രാൻഡ് മാറ്റി. മെയിൻ്റനൻസ് ഗ്രാൻഡ് ഞങ്ങൾ UDF-ന് മെമ്പർമാർക്ക് കൊടുക്കും. കാരണം അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുന്ന റോഡുകളുണ്ടെങ്കിൽ അങ്ങനെ കരുതലോടുകൂടി തന്നെയാണ് എല്ലാവരും കൊണ്ടു നടക്കുന്നത്. BJP പ്രതിയോട് ഒരു മിനിറ്റ് BJP പ്രതിയോട് മുമ്പേ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതിയുമായിട്ട് കളിസ്ഥലത്തിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു പറഞ്ഞിരുന്നു. BJP പ്രതിനിധിക്ക് അതിനകത്ത് എന്തെങ്കിലും നടപടികൾ എടുക്കാനോ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്താനായിട്ടോ സാധിച്ചിട്ടുണ്ടോ? 10 വർഷമായിട്ട് ഓരോ വർഷത്തിലെ പദ്ധതി രേഖ ഞാൻ നോക്കുന്നത്. ഈ ആർപ്പുകര പഞ്ചായത്തിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചതായിട്ട് ഞാൻ അതിനകത്ത് കണ്ടിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട സഭയിലിരുന്നുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല. ഒരു കാര്യം കൂടെ ഇവിടെ നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ പറയുന്നുണ്ട്. പഞ്ചായത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മെമ്പർമാർ ഭരണകക്ഷിയും പ്രതിപക്ഷമല്ല. ഒരു പഞ്ചായത്ത് നിയമസഭയെ കൊണ്ട് പ്രതിപക്ഷമൊന്നും ഭരണകക്ഷിയൊന്നും. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ജനപക്ഷമാണ്, ജനങ്ങളുടെ പക്ഷം. അത് അവിടെ പ്രതിപക്ഷമൊന്നുമില്ല. ഇവിടുത്തെ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് വരുന്ന ഫണ്ടും കേന്ദ്രാവിഷ്കൃത ഫണ്ടും ഏറ്റവും കൂടുതൽ ആർപ്പുകര പഞ്ചായത്തിലാണ് ഫണ്ട് വരുന്ന A ക്ലാസ് പഞ്ചായത്താണ്. ഇതിവിടുത്തെ ജനങ്ങളുടെ പൈസയാണ്. അല്ലോ, പ്ലാൻ ഫണ്ട് വരുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ 24,000 വരുന്ന ജനങ്ങളുടെ തലയെണ്ണി വരുന്ന പൈസയാണ്. ബഡ്ജറ്റിലെ 20% പൈസയാണ്. ആ പൈസ തുല്യമായിട്ട് വീതിക്കേണ്ടതാണെങ്കിൽ തുല്യമായിട്ട് വീതിക്കണം. പിന്നെ എല്ലാവരും കൂടെ ഇപ്പം പ്രസിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞെന്നാൽ പ്രസിഡൻറ്റ് ഇപ്പോൾ 1 വർഷം ആയിട്ടില്ല. അപ്പം പ്രസിഡൻറ്റിന് എല്ലാം ഒന്നും അറിയാൻ പറ്റിയല്ലേ. അത് മുൻ പ്രസിഡൻറ്റോ അതിൻ്റെ പ്രസിഡൻറ്റോ പറയണം. ഇവിടെ ആർപ്പുകര പഞ്ചായത്തിൽ ഈ കേരളത്തിലെ 941 പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രസിഡന്റുമാരെ സൃഷ്ടിച്ച ഒരു പഞ്ചായത്താണ് ആർപ്പുകര പഞ്ചായത്ത്. അതുകൊണ്ട് ചിലതായിരിക്കുന്ന പരിമിതികളുണ്ട്. ഓരോ വർഷം ഓരോ പ്രസിഡന്റാണ്.
അത് ശരിയായ കാര്യം. പിന്നെ വികസനത്തിലെ പണം മാത്രമല്ല, ഇവിടുത്തെ ജലവും മണ്ണും മനുഷ്യശേഷിയും, ഇവിടുത്തെ ഏത് മനുഷ്യശേഷിയാണ് ഈ പഞ്ചായത്ത് ഉപയോഗിച്ചിരിക്കുന്നത്? അവരെല്ലാം ഈ പഞ്ചായത്ത് വിട്ട് പോവുക, ഈ രാജ്യം വിട്ട് പോവുക. ഓക്കെ എന്താണ് മറുപടി? എന്താണ് പറയാൻ? പെട്ടെന്ന്. അല്ല, ഒറ്റ കാര്യം. ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് ആ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനം പഞ്ചായത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നത് അടിസ്ഥാനപരമായ കാര്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് വരുമാനത്തിൽ 1 രൂപയുടെ പോലും വർധനവുണ്ടായിട്ടില്ല. ഒന്ന്, തനത് വരുമാനം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പദ്ധതികൾ ഏറ്റെടുക്കണം. ഇവിടെ സേതുലക്ഷ്മി മെമ്പർ സൂചിപ്പിച്ചു, ഇവിടുത്തെ ഒരു മെമ്പറാണ് സൂചിപ്പിച്ചു, ഒരു വാർഡിലേക്ക് 3 ലക്ഷം രൂപയാണ് നൽകുന്നത്. എന്നാൽ തൊട്ടപ്പുറത്ത് അയ്മനം ഗ്രാമപഞ്ചായത്തുണ്ട്, അവിടെ ഒരു വാർഡിലേക്ക് നൽകുന്നത് 25 ലക്ഷം രൂപയാണ്. ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഒരു വാർഡിലേക്ക് 3 ലക്ഷം രൂപ നൽകുമ്പോൾ അയ്മനം ഗ്രാമപഞ്ചായത്ത് നൽകുന്നത് 25 ലക്ഷം രൂപയാണ്. ആ പഞ്ചായത്ത് തനതായി പദ്ധതികൾ ഏറ്റെടുത്ത് അവിടെ തനത് വരുമാനത്തിൽ വർധനമുണ്ടാക്കി ആ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നു. ഇവിടെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ? ഓക്കെ സമയത്തിന്റെ പരിമിതിയുണ്ട്. ആരാണ് അടുത്ത ചോദ്യം? ചോദിച്ചിട്ട് ചോദ്യം അവിടെയുണ്ട്. ചോദിച്ചോ. ഹലോ. ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ 4-ാം വാർഡിൽ താമസക്കാരാണ്. എൻ്റെ വാർഡിലെ മെമ്പറാണ് ഹരിക്കുട്ടൻ, പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തോടൊരു ചോദ്യമുള്ളത്, അതായത് 4-ാം വാർഡിൽ ഇപ്പം കുറച്ചു മുമ്പേ സംസാരിച്ചത് വി.എൻ. വാസവൻ മന്ത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ കൂടുതൽ നടക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വാർഡിലെല്ലാം കുറച്ച് ഫ്ലെക്സ് കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് ഈ അടുത്തിടെ ഒരു 44 ലക്ഷം രൂപയ്ക്ക് 4-ാം വാർഡ് വികസനത്തിന് അനുവദിച്ച മന്ത്രിക്കും മെമ്പറിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു 2 വർഷം മുന്നത്തെ ഫ്ലെക്സും കാണിക്കാം. മയിലുവേലി കൊല്ലന്തറ റോഡിന് 15 ലക്ഷം രൂപ അനുവദിച്ച് ഈ 2 മാസം കഴിയുമ്പോൾ 2 വർഷമാവും ആ ഒരു ഫ്ലെക്സ് കണ്ടിട്ട്. ആ റോഡിൻ്റെ പണി എന്തെങ്കിലും ആയോ? ഇപ്പം നടന്നു പോകാൻ മേലാത്ത ഒരു പരുവത്തിലാണ് 4-ാം വാർഡിൻ്റെ അവസ്ഥ. മെമ്പർ മറുപടി ഫ്ലെക്സിൽ മാത്രമേ ഉള്ളൂ വികസനം എന്നാണ്. 2 വർഷമായ ഫ്ലെക്സ് ഉണ്ട്. 2 വർഷം എൻ്റെ ഫോണിൽ കാണിച്ചു തരാം. അവിടെ ഈ ഫ്ലെക്സ് വെച്ചു എന്ന് പറഞ്ഞത് അസംബന്ധമാണ്. കാണിക്കണോ? ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26-ാം മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide.
നിങ്ങളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഫ്ലെക്സ് വെച്ചു എന്ന് പറഞ്ഞത് അസംബന്ധമാണ്. ഞാൻ ഫ്ലെക്സ് വെച്ചിട്ടില്ല. ഫ്ലെക്സ് ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഫ്ലെക്സ് വെച്ചിട്ടില്ല. എനിക്കറിയാം. മറുപടി മെമ്പർ പറഞ്ഞോളൂ. അല്ല, ഞാൻ ഫ്ലെക്സ് ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ ആകെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഞാൻ ആകെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് ഈ 44 ലക്ഷം രൂപയ്ക്കാണ്. ചുമ്മാ പറയുന്ന ഒരു കാര്യം, അവിടെ ഈ ഭരിക്കുന്ന പഞ്ചായത്ത് UDF ആണ്. എനിക്ക് ഫണ്ട് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഫണ്ടൊന്നും തന്നിട്ടില്ല. ഒരു 3-3.5 ലക്ഷം തരും. എൻ്റെ എൻ്റെ ഈ അറപ്പൊക്കരയുടെ പടിഞ്ഞാറൻ പ്രദേശവുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ വാർഡ് കിടക്കുന്നത്. അവിടെ ഒരു വാർഡിൽ നമ്മുടെ റോഡിൻ്റെ അവിടെ കുറച്ച് വെള്ളം ഉണ്ടെന്നും പറഞ്ഞ് അവിടെ വള്ളം ഇറക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് എന്നെ അപമാനിക്കാൻ ശ്രമിച്ചതാണ് UDFൻ്റെ ഭരണസമിതി. ഇവിടുത്തെ UDFൻ്റെ ഭരണസമിതി. അതിനുശേഷമാണ് VN വാസവനെ കണ്ട് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് വന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ, അവിടെ റോഡ് പണി നടക്കുകയാണ്. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അവിടെ ടാറിങ് നടക്കണം, റോഡ് പണി പൂർത്തിയാകണം. പറഞ്ഞല്ലോ മറുപടി പറയട്ടെ. അസഹിഷ്ണുത വേണമെന്നേ, ഇത് കേൾക്കാൻ അസഹിഷ്ണുത വേണം. ഒക്കെ പറയട്ടെ, അവിടെ പറയട്ടെ. അതല്ല, കേൾക്കണം. അവിടെ റോഡ് പണി ആരംഭിച്ചു. അവിടെ JCB വന്നു, എല്ലാം ഇളക്കിയിട്ടു, മിറ്റിൽ നിരത്തി പണി ആരംഭിച്ചു. അതിൻ്റെ മഴ നടക്കണം. ഇവർക്കറിയാതെ ചുമ്മാ ഒരു കാരണം പറയുന്നു മാത്രമേ ഉള്ളൂ. പിന്നീട് അവിടെ ഞാൻ ചോദിക്കട്ടെ, അവിടെ കുറച്ച് പാവങ്ങൾ താമസിക്കുന്നുണ്ട്. അങ്ങോട്ട് റോഡില്ല. ആ റോഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ മുൻ മെമ്പർ TP ഷാജി, മുൻ മെമ്പർ പെട്ടെന്ന് ഞാനിവിടെ ആർപ്പുകര പഞ്ചായത്തിലെ 15ാം വാർഡ് മെമ്പർ. ആരോടാണ്? അല്ല, ഇത് ചോദ്യമല്ല, മറുപടി പോലെ പറയുകയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പ്രതിപക്ഷം ഇവിടെ പറയുകയുണ്ടായി, അവർക്ക് ആർക്കും ഇവിടുന്ന് ഒന്നും കൊടുക്കുന്നില്ല, ഫണ്ടൊന്നും കൊടുക്കുന്നില്ലെന്ന്. 1ാം വാർഡിൽ ഓൺ ഫണ്ട് 9 ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങൾ ഒരു റോഡിന് അനുമതി നൽകിയിട്ടുള്ളതാണ്. അതിവിടെ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്ന് പറഞ്ഞു. പൊട്ടിപ്പടിഞ്ഞ ടാറുകളൊക്കെ ഒരുപാടുള്ള ഒരു പഞ്ചായത്താണിത്. അതിൽ എൻ്റെ വാർഡിലെ അംഗമാണ് ഇദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചാൽ അറിയാം, 15ാം വാർഡിൽ ഏത് രീതിയിലുള്ള വികസനമാണ് നടക്കാത്തത്. ഇദ്ദേഹം അത് വികസനം എന്ന് പറഞ്ഞു. അവിടെ ഒരു റോഡ്, കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു റോഡ് ഞാൻ ടാർ ചെയ്യാൻ പോയപ്പോൾ അത് നടത്തരുതെന്ന് നേരിട്ട് എന്നോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു തടസ്സപ്പെടുത്തരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മന്ത്രി VN വാസവൻ ഫണ്ട് അനുവദിക്കും, അടുത്ത ആഴ്ച ഫണ്ട് തരും, അതുകൊണ്ട് അവിടെ നടത്തരുതെന്ന് പറഞ്ഞു. ഞാനപ്പം പറഞ്ഞ മറുപടി ഒന്നേ ഉള്ളൂ, ചേട്ടാ വാസവൻ ചേട്ടൻ ഫണ്ട് തരുമ്പോൾ നിങ്ങൾ നടത്തിക്കൂ. പക്ഷേ ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ ചെറിയ ഫണ്ട് കൊണ്ട് ഞാനിപ്പോൾ ഇവിടുത്തത് താൽക്കാലികമായിട്ട് ആ റോഡൊന്ന് ഞാനൊന്ന് പണിയുവാണ് എന്ന് പറഞ്ഞാണ് നമ്മളവിടെ റീടാർ ചെയ്തത്. പക്ഷേ ഇന്ന് വരെ അതിൽ കൂടി ഒരു ഫണ്ട് ആ വഴിക്ക് അനുവദിച്ചിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞ പോലെ ആ റോഡ് അവിടെ പൊക്കിപ്പണിയോ നല്ല രീതിയിൽ ടാർ ചെയ്യുകയോ ചെയ്യാനുള്ള ഒരു നടപടികളും മന്ത്രി ഫണ്ട് അനുവദിച്ചിട്ടില്ല. മന്ത്രിയുടെ ഫണ്ട് കിട്ടിയിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞത് മന്ത്രി ഫണ്ട് തരും എന്നാണ് പറഞ്ഞത്. എനിക്കത് അറിയില്ല. എവിടെ ഫ്ലെക്സ് വെച്ചു? എന്റെ വാർഡില് 15ാം വാർഡില് ഈ UDFന്റെ ഭരണകാലത്ത് തന്നെ നല്ല രീതിയിൽ, അതായത് കഴിഞ്ഞ 20 വർഷമായിട്ട് LDFന്റെ കയ്യിലിരിക്കുന്ന ഒരു വാർഡായിരുന്നു 15ാം വാർഡ്. അത് ഇത്തവണയാണ് ഞങ്ങൾ UDFന്റെ ഒരു ഭരണം അവിടെ ഉണ്ടായത്. ഈ കഴിഞ്ഞ 10 വർഷം UDF ഭരണമായിരുന്നു നിലനിന്നിരുന്നത്. അതിനു മുമ്പ് അവിടെ ഭരിച്ചിരുന്നത് LDF ആണ്. അവിടെ 3-4 വഴികളോളം വർഷങ്ങളായിട്ട് ഞാൻ അവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് എൻ്റെ ഈ പ്രായത്തിനനുസരിച്ച് അവിടെ വഴികൾ നടക്കാത്തതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ, അതിലേറെ സന്തോഷത്തോടെ ഈ ഭരണസമിതി ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു റോഡ് പോലും ഇല്ലാത്ത രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ ഭരണസമിതിയുടെ കാലത്ത് ഞങ്ങൾക്ക് ഒരു മറുപടി. താങ്കൾ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് നൽകാമെന്ന് പറഞ്ഞു. വളരെ വളരെ നന്ദിയുണ്ട്. ഇതൊന്ന് പറയാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നല്ലോ. കാരണം ഞങ്ങളുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ വെള്ളം ആ വാർഡിൻ്റെ എല്ലാ പ്രദേശവും വെള്ളം കയറുന്നതാണ്. മെമ്പർ 5 വർഷമായി അവിടെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തു. അതിന് മുമ്പിരുന്ന 10 വർഷത്തെ ഭരണസമിതി അവിടുത്തെ എല്ലാ റോഡുകളും കൃത്യമായി കിട്ടുന്ന പൈസയ്ക്ക് കൃത്യമായി കോൺക്രീറ്റ് ചെയ്യുകയും ടാർ ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പോൾ ഈ പറഞ്ഞ റോഡ് ഇദ്ദേഹത്തിൻ്റെ വാർഡിലൂടെ കടന്നു പോകുന്നത് വെറും 240 മീറ്ററാണ്, ഒരു ചെറിയ പോർഷൻ.
2 കിലോമീറ്റർ ഈ റോഡ്. ആ റോഡ് 2 കിലോമീറ്റർ ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പൊക്കാതെ ടാർ ചെയ്യാൻ 10 ലക്ഷം രൂപ അനുവദിച്ചു. സജി മണത്തല എന്ന് പറയുന്ന ആളത് പിടിക്കുവാനും തയ്യാറായി വന്നു. പക്ഷേ അന്നേരത്തേക്കും അത് നടന്നില്ല, പിടിക്കാൻ പറ്റിയില്ല. പുള്ളിയുടെ പരപണി കാരണമാണ് പിടിക്കാൻ പറ്റാതെ. അത് കഴിഞ്ഞ് 25 ലക്ഷം രൂപയ്ക്ക് ഞാൻ അവിടെയുള്ള മുഴുവൻ ആളുകളെ കൊണ്ട് ഒപ്പിടിച്ചുകൊണ്ട് അത് അനുവദിക്കുന്ന ഘട്ടത്തിലാണ് ഇത് ടാറിങ്ങുമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ടാർ ചെയ്താൽ ഈ പൈസ അനുവദിക്കാൻ പറ്റുകയില്ല. കാരണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പോർഷൻ ടാർ ചെയ്തോ അല്ലെങ്കിൽ കുറച്ച് റീടാർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ MLA ഫണ്ട് അനുവദിക്കുകയില്ല. അത് ഇവർക്കറിയാം, അല്ലെ ടെക്നിക്കലായിട്ട് അറിയാവുന്ന ആരെങ്കിലും ചോദിച്ചു നോക്ക്. അതുകൊണ്ട് മാത്രമാണ് ഈ ഫണ്ട് വെക്കേണ്ടത്, നമുക്ക് ആ ഫണ്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞതാ. അല്ല, ഞാനൊരു പണിയും തടസ്സപ്പെടുത്തുന്ന ആളല്ല. ഇവരൊക്കെ എത്ര വർഷമായി പൊതുപ്രവർത്തനം നടത്തുന്നെന്നും ഞാൻ എത്ര വർഷമായി നടത്തുന്നെന്നും ഈ ഓക്കെ നമ്മൾ ഇനിയൊരു അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഒറ്റ ചോദ്യം, ഒരാൾ കൂടെ ഉള്ളൂ, സമയത്തിന് പരിമിതി, പെട്ടെന്ന് ചോദിക്കാം. എനിക്ക് പ്രസിഡന്റിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രോജക്റ്റുകളാണ് നിങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾ പ്രോജക്റ്റ് സമർപ്പിച്ചു എന്ന് പ്രസിഡന്റ് പറയുന്നുണ്ട്. ഏതെല്ലാം പ്രോജക്റ്റുകൾക്കാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകാത്തത്? ഇനി സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ആർപ്പൂക്കര പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്? ഏതൊക്കെ പ്രോജക്റ്റുകൾ സമർപ്പിച്ചു, ഏതൊക്കെ അനുമതി ലഭിച്ചു? വരും കാലങ്ങളിൽ സമഗ്രമായ ഒരു വികസനത്തിന്റെ മാസ്റ്റർ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രസിഡന്റ്, അപ്പം ഏതൊക്കെയാണ് സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിച്ച പ്രോജക്റ്റ്, എന്തിനൊക്കെ അനുമതി കിട്ടി എന്നുള്ളതാണ്. അല്ല, ഈ പ്രൊജക്റ്റ് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അനുമതി മേടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യങ്ങൾ. അല്ല സുഹൃത്തെ, എന്നെ പറയാൻ അനുവദിക്കൂ. നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാതെ ചോദിച്ചു എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു PHCക്ക് വേണ്ടിയിട്ട് ഈ ഭരണസമിതി ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ മിനിസ്റ്റർ അടുത്ത് പോയതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, മിനിസ്റ്റർ അന്ന് അനുവദിച്ചു. പക്ഷേ ഇത് ഗവൺമെൻറ് ഓർഡർ കിട്ടാത്ത ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ്. എത്രയോ പ്രാവശ്യം ഈ പറയുന്ന ഹരിക്കുട്ടൻ മെമ്പർ അടക്കമുള്ളവരോട് ചോദിച്ചു, നമുക്ക് തിരുവനന്തപുരത്ത് പോയി കാണാം. അതെല്ലാം പറഞ്ഞ് ഇവിടുന്ന് അല്ല, ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടന സമയത്ത് അന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ചാണ് മിനിസ്റ്റർ ആർപ്പൂക്കരയ്ക്ക് ഒരു PHC. ഇതിനു വേണ്ടി ഞങ്ങൾ എത്ര പ്രാവശ്യം കയറി ഇറങ്ങി, എത്ര പേപ്പറുകൾ കൊടുത്തു, അനുവദിച്ചു എന്നത് ചോദ്യത്തിന് ഉത്തരവൊന്നല്ല. അനുവദിച്ചു ആ വകുപ്പിന്റെ മന്ത്രിയല്ല അനുവദിച്ചത്. ആ വകുപ്പിന്റെ മന്ത്രിയുടെ അടുത്ത് ഗവൺമെന്റ് ഓർഡർ കിട്ടിയാലേ എത്ര പ്രോജക്റ്റ് സമർപ്പിച്ചു? നിങ്ങൾ ആവശ്യമില്ലാതെ കഥ പറയാതെ ഞങ്ങൾക്ക് പറയാനുള്ളത് പറയണമല്ലോ. എനിക്ക് പറയാം, ഇവിടെ പഞ്ചായത്തിന്റെ കാര്യങ്ങൾക്ക് ഞങ്ങൾ പറയാനുള്ളത് ഒരു ഭരണസമിതിയുടെ തീരുമാനമെടുത്താണ് ഞങ്ങൾ പോകുന്നത് സർക്കാരിലോട്ട്. അല്ല, വികസനത്തിന്റെ കാര്യത്തിൽ ഫണ്ടില്ലാതെ പ്രോജക്റ്റ് എവിടെ നിന്ന് വെക്കും? ഈ ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ പ്രോജക്റ്റ് വെക്കാൻ പറ്റത്തുള്ളൂ. സുഹൃത്ത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ആവശ്യമില്ലാതൊരു പ്രശ്നം സൃഷ്ടിക്കാനാണെങ്കിൽ അത് നിങ്ങൾക്കാകാം. പക്ഷേ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമാണ് പറയുന്നത്. ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഉത്തരം വേണ്ടെങ്കിൽ പിന്നെ ഞാൻ മാറ്റിവെക്കാം. നിങ്ങൾക്ക് ഉത്തരവാണോ വേണ്ടത്? പഞ്ചായത്തിന് സ്ഥലത്ത് കോമ്പൻസേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. സമയത്തിന്റെ പര്യാപ്തമായ സമയം നമുക്ക് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഇനി പോകുന്ന അടുത്ത 5 വർഷം ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾ LDF ചെയ്യാൻ പോകുന്നത്? പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്, ഉത്തരവാദിത്ത ടൂറിസം വഴി നമ്മുടെ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന് വിശാലമായ ഒരു വാതായനം തുറക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നമുക്കത് ഒരു പുത്തൻ നമ്മൾ നല്ല നിലയിൽ
ഉള്ള പ്രവർത്തനം വികസന ടൂറിസവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്ത ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഇവിടെ ലൈഫുമായി ബന്ധപ്പെട്ട് പരിമിതമായ വീടുകളേ ഉള്ളൂ. എൻ്റെ വാർഡിൽ 28 അപേക്ഷ വന്നിട്ട് 12 ആളുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് വിശാലമായി എല്ലാവർക്കും കയറിക്കിടക്കാനുള്ള ഒരു കൂര ഉണ്ടാക്കി കൊടുക്കുന്ന പദ്ധതിയാണ് ആർപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നാൽ നടപ്പിലാക്കുന്ന കാര്യം. മാത്രമല്ല എല്ലാ റോഡുകളും കൃത്യമായി ചെയ്തുകൊണ്ട് എല്ലാം ഭംഗിയായി നടപ്പിലാക്കിക്കൊണ്ട് എല്ലാ മേഖലകളിലും കുടിവെള്ളം എത്തിച്ചുകൊണ്ട് നമ്മുടെ ആർപ്പൂക്കരയിലെ ചൂരക്കാവ് പ്രദേശത്ത് ഒരു വ്യവസായ എസ്റ്റേറ്റ് മേടിച്ചിട്ടുണ്ട്. അവിടെ വർഷങ്ങളായി മേടിച്ചിട്ടിരിക്കുന്ന ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവിടേക്ക് പുതിയൊരു വ്യവസായ യൂണിറ്റ് കൊണ്ടുവന്ന് ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതി അതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കും. എന്ന് പറഞ്ഞാൽ ആർപ്പൂക്കരയുടെ സമഗ്ര വികസനമാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. മുമ്പ് സുഹൃത്ത് പറഞ്ഞ പോലെ അവർ തുടർഭരണം ഒരിക്കലും UDF ഉണ്ടാകുകയില്ല. ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. ഓക്കെ, UDF പ്രതിനിധിയോടാണ് ചോദ്യം. അടുത്ത 5 വർഷം വീണ്ടും തുടർഭരണത്തിലേക്ക് എത്തത്തില്ലെന്ന് LDF പറയുന്നുണ്ട്. എത്തുമെന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്? അതെ, പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുതലെന്ന് പറയുന്നത് മെഡിക്കൽ 2 ഏക്കർ സ്ഥലമാണ്. അവിടെ നിന്നാണ് ആർപ്പൂക്കര പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത്. അവിടുത്തെ വരുമാനമായിട്ട് ഒരു 4 ഇരട്ടി രീതിയിൽ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുക എന്നുള്ള പഞ്ചായത്തിൻ്റെ സ്വപ്നം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ചീപ്പങ്കോണി ആർപ്പൂർ റോഡ് എന്നാലും ഈ ഗവൺമെന്റ് മാറി അടുത്ത ഗവൺമെന്റ് UDF ഗവൺമെന്റ് വരുമ്പോൾ നമ്മൾ ആ റോഡ് പൂർത്തിയാക്കും. അതിനകത്ത് സംശയമൊന്നുമില്ല. കേരളത്തിലോ മാറ്റം അനിവാര്യമല്ലേ? മാറ്റം അനിവാര്യമാണല്ലോ, അപ്പം ഗവൺമെന്റിന് ആവശ്യമായ സ്വാധീനം ചെലുത്താനുള്ള കഴിവുള്ള കോൺഗ്രസിന്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ. UDF ഗവൺമെന്റിനെ കൊണ്ട് ഞങ്ങൾ ആ റോഡ് പൂർത്തിയാക്കിക്കും. പൂർത്തിയാക്കിച്ച് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ 2 ജംഗ്ഷൻ റോഡ് എന്ന് വെച്ചാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എറണാകുളത്തേക്കുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ റോഡ്, ചേർത്തല ഭാഗത്തേക്കുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ റോഡാണ്. പനമ്പാലത്ത് ഭയങ്കരമായ ട്രാഫിക് കൺജഷൻ വരും. അവിടെ റോഡ് വൈനിങ്ങുള്ള കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾ തൊണ്ണൻകുഴിയിൽ ഒരു ബൈപ്പാസ് ഉണ്ടാക്കാറുണ്ട്. UDFിൻ്റെ ഈ അടുത്ത ഭരണസമിതിയും പഞ്ചായത്ത് ഭരണസമിതി ഗവൺമെൻറ് ഭരണസമിതിയും കൂടെ തൊണ്ണൻകുഴിയിലും കരിപ്പത്തൊട്ടയിലും ഓരോ ബൈപ്പാസുകൾ ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ചീപ്പങ്കൽ എന്ന് പറയുന്നത് ഒരു ഹബ്ബായി മാറും. അവിടെ പഞ്ചായത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തിട്ട് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം അവിടെ പണിത് അവിടെ ഒരു ഹബ്ബാക്കി മാറ്റാനുള്ള നടപടികൾ ഈ പഞ്ചായത്ത് ഏറ്റവും പ്രധാനമായിട്ട് വികസനമായിട്ട് അതാണ് ചെയ്യുന്നത്. സമഗ്ര വികസനമാണ് അതായത് ആർപ്പൂക്കരയെ സംബന്ധിച്ചിടത്തോളം 60% കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖല പുഷ്ടിപ്പെടുത്താനും കാർഷിക മേഖല ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനം ഇടതുപക്ഷം വന്നാൽ ഉണ്ടാക്കിയെടുക്കുന്നുള്ള തർക്കം. ഓക്കെ, തീർച്ചയായും BJPയിലേക്ക് എത്തുകയാണ്. അടുത്ത 5 വർഷത്തിൽ നിങ്ങളുടെ ഒരു ഭരണ നേട്ടം എന്തൊക്കെയായിരിക്കും? ഒരു വിമർശനത്തോടു കൂടിയാണ് അതിന് മറുപടി പറയുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ഉണ്ട്. അതിൻ്റെ അനുകൂല കാര്യമല്ല പറഞ്ഞത്. അതിനകത്ത് ഓരോ പഞ്ചായത്തിനും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമായിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഓർഡർ കൊടുത്തായിരുന്നു. അതിൽ കോട്ടയം ജില്ലയിൽ ആർപ്പൂക്കര പഞ്ചായത്ത് മാത്രമേ ആ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടൊരു പദ്ധതി നടപ്പിലാക്കാത്തതുള്ളൂ. കാരണം ഇവിടെ വള്ളംകളി നടത്താം, ഓണാഘോഷ പരിപാടി നടത്താം, കുട്ടികളുടെ പരിപാടി നടത്താം, അങ്ങനെ ജലോത്സവങ്ങൾ നടത്താം. ഇതൊന്നും ഈ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നില്ല. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJP മുന്നോട്ട് വെക്കുന്നത് ഒന്ന് സുസ്ഥിരമായ ഒരു വികസനമാണ്. കാരണം പിഴവുറ്റ ഒരു വികസനം. അതിൽ 67% നെൽപ്പാടങ്ങളും ഇരിപ്പു ഒരിപ്പു നിലങ്ങളുമാണ്. കാർഷിക രംഗത്ത് വിത്ത് വിതരണവും വിത്ത് സംഭരണശാലകളും ഹൈബ്രിഡ് വിത്തുകളും കൃഷി ഓഫീസിലിരുത്താതെ ഈ പാടശേഖരങ്ങളിലൂടെ നടത്തുകയും ഇവിടെ ഈ പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റ് ഇല്ലാത്ത ഏക ഒരു പഞ്ചായത്താണ്. അങ്ങനെ പച്ചക്കറി വിപണന രംഗത്ത് ഇപ്പം വീടിൻ്റെ മുകളിലുമൊക്കെ പച്ചക്കറി നടത്താം. അതിന് ഒരു നല്ലൊരു സാധ്യതയുണ്ട്. ആ സാധ്യത കാർഷിക മേഖലയിൽ ഇവിടുത്തെ 25,000-ൽ പരം ജനങ്ങൾക്കും ഉപയോഗിക്കാനുള്ള കാർഷിക പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമഗ്ര പദ്ധതി, ഒരു സുസ്ഥിര പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കും. ഇതിനകത്തൊരു സാമൂഹിക നീതി ഉണ്ടായിരിക്കും. കാരണം ആ സാമൂഹിക നീതി അനുസരിച്ച് എത്ര ജനങ്ങളുണ്ട്? ഇവിടെ ഏതാണ്ട് 6,000-ൽ പരം കുടുംബങ്ങളുണ്ട്. ആ 6,000-ൽ പരം കുടുംബങ്ങളിലും ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് PM കിസാൻ പദ്ധതി പ്രകാരം ഇന്ന് ഇവിടെ 2016 വീട്ടുകാർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു വർഷം 1,26 ലക്ഷം രൂപ ഇവിടെ ഈ പഞ്ചായത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജനാധിപത്യവൽക്കരണം. കാരണം നമ്മളത് കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സർക്കാർ കയറുമ്പം ജനാധിപത്യപരമായിട്ട് കയറണം. കാരണം ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ HDC ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് കൂടിയിട്ടുണ്ടോ? ഇല്ല. എക്സിക്യൂട്ടീവ് കൂടിയിട്ടുണ്ട്. ഞാനിന്ന് ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ച് ഫുൾ കോറം HDC കൂടിയിട്ടില്ല, എക്സിക്യൂട്ടീവ് കൂടും. അത് പോരാ. ഇത് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന
ഒരു പഞ്ചായത്താണ് ആർപ്പുകര പഞ്ചായത്ത്. അത് അവതരിപ്പിക്കാനായിട്ടൊരു വേദി ഇവിടെ ഈ ആർപ്പുകര പഞ്ചായത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജനങ്ങളോട് നമ്മൾ തിരഞ്ഞെടുപ്പിൽ വരുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഒരു ജനപ്രതിനിധി തയ്യാറാകണം. ആ സേവനത്തിൻ്റെ ഒരു ഗുണമേന്മയുണ്ട്. ഈ 5 കാര്യങ്ങളാണ് BJP ഇവിടെ സമഗ്രമായിട്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും വികസന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന ആലപ്പാട്ട് ഗോൾഡ് പോരാട്ടം 2025 ആർപ്പൂക്കര പഞ്ചായത്തിൽ ഇവിടെ സമാപിക്കുന്നു. അടുത്ത പഞ്ചായത്തിൽ കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട്ട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട്ട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട്ട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട്ട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട്ട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട്ട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.